ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നതിലേക്കായി ശ്രീമതി ഗിരിജയെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. വക്രതുണ്ഡ മഹാകായ കോടി സൂര്യ സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവാ നിർവിഘ്നം കുരു മേ ദേവാ സർവകാര്യേഷു സർവദാ സർവകാര്യേഷു സർവദാ. ഈ യോഗത്തിൽ സ്വാഗതം അർപ്പിക്കുന്നതിലേക്കായി ഭാരതീയ മന്ത്രവിദ്യാപീഠം ഡയറക്ടർ ഡോക്ടർ അമൽ സനാതനത്തിനെ സ്വാഗതം ചെയ്യുന്നു. ഓം നമഃ ശിവായ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചർച്ചയ്ക്കാണ് നമ്മളേവരും ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ വസ്തുതയെക്കുറിച്ചിട്ടുള്ളൊരു ചർച്ച എന്നുള്ള നിലയിൽ ശ്രദ്ധാപൂർണവും വീക്ഷണാപരവുമായ ഒരു ബോധത്തോടു കൂടി തിരിച്ചറിയേണ്ട ഒരു കാര്യമെന്നുള്ള നിലയിൽ ഹിന്ദുധർമ്മ പരിഷത്തും മലയാളം ന്യൂസ് നെറ്റ്വർക്സും കൂടി ചേർന്നൊരുക്കുന്ന ഈ ഒരു ചർച്ച അനിവാര്യമായ ഒരു വസ്തുതയാണ് എന്നാദ്യമേ സൂചിപ്പിച്ചു കൊള്ളട്ടെ. വഖഫ് ബില്ല് പോലുള്ള ബില്ലുകൾ ഈ രാഷ്ട്രത്തിൽ നടപ്പായി കഴിഞ്ഞാൽ വാസ്തവത്തിൽ അവിടെയാണ് മറ്റു പലരും കൊട്ടിഘോഷിക്കുന്ന മതേതരത്വം എന്നുള്ളൊരു വസ്തുതയ്ക്ക് തകർച്ച വരുന്നു. അതിൻ്റെ കാരണം വഖഫ് ബില്ല് 2024 വരുത്തിയ മാറ്റങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതിൽ പ്രധാനമായി പറയുന്ന ഒരു കാര്യം, ഒരു പ്രോപ്പർട്ടി ദീർഘകാലത്തേക്ക് മതപരമോ ജീവകാരുണ്യമോ ആയ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വഖഫായി കണക്കാക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു വസ്തുവിനെ വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം എന്നേക്കുമായി മാറുന്നു, അത് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഒരു വ്യത്യാസത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അടിവര കൊടുക്കേണ്ട ഒരു കാര്യം, ഒരു വസ്തുവിനെ വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം എന്നേക്കുമായി മാറുന്നു എന്നുള്ളതാണ്. ഒരു വസ്തുവിൻ്റെ സ്വഭാവം മാറിക്കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ കെമിസ്ട്രി പഠിക്കുമ്പോൾ രാസപരിണാമങ്ങളൊക്കെ പഠിക്കാറുണ്ട്. അപ്പോൾ രാസപരമായിട്ട് ഇപ്പോൾ ഉപ്പിനെ നമ്മൾക്ക് ചില കെമിക്കൽസ് ചേർത്ത് കത്തിക്കുകയും ചെയ്യാം, കറിക്ക് ഉപയോഗിക്കാം. രണ്ടും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. കറിക്ക് ഉപയോഗിക്കുമ്പോൾ സ്വാദ് കൂടും, കത്തിച്ചാൽ അതിന് ചൂട് കൂടും എന്നുള്ളതാണ്. അത് നമ്മുടെ ശരീരത്തിന് കേടായി മാറുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ രാഷ്ട്രത്തെ ഒരു ശരീരമായി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നിലനിൽപ്പിൻ്റെ അല്ലെങ്കിൽ ജീവൻ്റെ ആധാരമായിട്ടുള്ള ഉപ്പാകുന്ന സംസ്കാരത്തെ പൂർണ്ണമായും കത്തിച്ചെരിച്ച് മറ്റുള്ളവരിലേക്ക് അതിൻ്റെ ഒരു തീപ്പടർപ്പ് നടത്തിക്കൊണ്ട് ഇവിടെ മതപരമായ വിദ്വേഷങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം നടന്ന് വന്നിരിക്കുന്നത്. ഇതിനു എതിരായി വളരെ ശക്തമായിട്ട് പ്രതിരോധിക്കുവാനുള്ള ഒരു ഊർജാവസ്ഥ ഭാരതത്തിലെ ഓരോ ജനങ്ങളും ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയേറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഹൈന്ദവ സംസ്കാരത്തിനെയും ഭാരതീയ ദർശനങ്ങളെയും ഒക്കെ മനസ്സിലാക്കുന്ന ജനങ്ങൾ ഒരുപാട് ഇന്ന് ഉയർന്നു വരുന്നു എന്നുണ്ടെങ്കിലും പലരും അതിനെ ഇപ്പോഴും കൃത്യമായി ബോധത്തോടു കൂടി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. എന്തുകൊണ്ട് ആ ബോധം വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബോധവും അബോധാവസ്ഥയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ ആത്മവിശ്വാസവും അഹങ്കാരവും പോലെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഈ ആത്മവിശ്വാസം അഹങ്കാരം തമ്മിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു വ്യത്യാസമുള്ളൂ. ഉദാഹരണത്തിന് ഒരു നർത്തകി, ആ നർത്തകി പറയുകയാണ് എനിക്ക് നൃത്തം ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ നർത്തകിയുടെ ആത്മവിശ്വാസമാണ്. നേരെ മറിച്ച് എനിക്ക് മാത്രമേ നൃത്തം ചെയ്യാൻ സാധിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിന് നമുക്ക് അഹങ്കാരം എന്ന് വിശേഷിപ്പിക്കാം. ഒരു വാക്കിൻ്റെ മാത്രം ഒരു വ്യതിയാനമാണ് അവിടെ വരുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ആരെയും എതിർക്കാനും അല്ലെങ്കിൽ ആരെയും ഉപദ്രവിക്കുവാനും അല്ല ഈ ചർച്ചയും ഇതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളും ഒന്നും തന്നെ. പക്ഷേ ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കൃതിയെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതിയായിട്ട് നമ്മളിതിനെ കണക്കാക്കിയാണ് ഇത്തരത്തിലൊരു ചർച്ച ഇവിടെ നമ്മൾ വച്ചിരിക്കുന്നത്. ഏറെ സന്തോഷത്തോടുകൂടി എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട വിശിഷ്ട അതിഥികളാണ് നമുക്കിന്ന് ഉള്ളത് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ജെ ശരത്ചന്ദ്രൻ നായർ സാർ പ്രവാസി സെൽ ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ ചെയർമാനാണ്. അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടുകൂടി ഈ ചർച്ചയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ, നമുക്കെല്ലാവർക്കും സുപരിചിതനായ, തിരുവനന്തപുരത്തിൻ്റെ ഓരോ ആവശ്യങ്ങൾക്കും അദ്ദേഹം ജില്ലാ പ്രസിഡൻ്റായിരുന്ന സമയത്ത് പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തിപരമായി അറിയാമെന്നുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ കൂടി, അന്ന് എനിക്ക് AVP ചുമതലയാണ്, സുരേഷേട്ടൻ അറിയാം. അപ്പോൾ ആ സമയത്തൊക്കെ വളരെ അടുത്ത് കാണുവാനും സംസാരിക്കുവാനും പല കാര്യങ്ങൾക്കും പല ആവശ്യങ്ങൾക്കുമായിട്ടൊക്കെ വിളിക്കുവാനും ഒക്കെ നമുക്കെപ്പോഴും സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഒരു സഹോദരസ്ഥാനീയൻ കൂടിയായിട്ടുള്ള BJP സംസ്ഥാന സെക്രട്ടറിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് എസ് സുരേഷ് അവറുകളെ ഏറെ സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയപ്പെട്ട ജനം TV-യുടെ ചീഫ് എഡിറ്റർ ശ്രീ പ്രദീപ് പിള്ള, അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാനിവിടെ വന്നിട്ട് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ഞാൻ ചോദിച്ച സമയത്ത് ചെറിയൊരു ഓർമ്മ എവിടെയൊക്കെ കിടപ്പുണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ പേരൊക്കെ പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള, ആനുകാലികപരമായിട്ടുള്ള ഓരോ വിഷയങ്ങളിലും തൻ്റേതായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ കൂടി പ്രിയപ്പെട്ട പ്രദീപ് പിള്ള അവറുകളെ ഈ ചർച്ചയിലേക്ക് ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് തത്വമയി ടെലിവിഷൻ്റെ CEO ആയിട്ടുള്ള ശ്രീ രാജേഷ് പിള്ള അവറുകളെയാണ്. തത്വമയി ന്യൂസ് നമുക്കറിയാം, നമ്മുടെ ഹിന്ദു മഹാസമ്മേളനം, അനന്തപുരി ഹിന്ദു മഹാസമ്മേളനമൊക്കെ നടക്കുന്ന സമയങ്ങളിൽ കൃത്യമായിട്ട് ലൈവ് പോവുകയും അന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ച് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാധ്യമ മേഖല അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള രീതിയിൽ വളരെ ബഹുമാന്യനായിട്ടുള്ള തത്വമയി ടെലിവിഷൻ്റെ CEO ശ്രീ രാജേഷ് പിള്ള അവറുകളെ ഈ വേദിയിലേക്ക് അത്യാദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ശ്രീ GM മഹേഷ് അവറുകളാണ്. തപസ്യ കലാസാഹിത്യവേദിയുടെ എക്കാലത്തെയും ശക്തനായ പ്രവർത്തകൻ. ഭാരതീയ തത്വശാസ്ത്രങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ആത്മവിചാരങ്ങളെക്കുറിച്ചുമൊക്കെ എക്കാലവും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അന്വേഷി എന്നുള്ള നിലയിലും നല്ല വാഗ്മി എന്നുള്ള നിലയിലും വളരെയധികം നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ GM മഹേഷ് ജിയെ ഏറെ സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ വേദിയിൽ ഇല്ല എന്നിരുന്നാൽ കൂടിയും ഇതോടൊപ്പം സ്വാഗതം ചെയ്യേണ്ട ഒരാളാണ് ശ്രീ M ഗോപാൽ അവറുകൾ. ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ ചെയർമാനായിട്ടുള്ള പ്രിയപ്പെട്ട ഗോപാൽജി, എൻ്റെ പ്രിയ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള അദ്ദേഹത്തിനെ ഏറെ സ്നേഹാദരങ്ങളോടുകൂടി ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ബഹുമാനപ്പെട്ട മഹേഷ് ജി ഒരു 1.5 മാസം അല്ലേ, ഒരു 1.5 മാസം മുമ്പേ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ കാവുകളുടെ പുനഃസംരക്ഷണത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഭാരതീയ ഗ്രന്ഥങ്ങളെക്കുറിച്ചും തത്വശാസ്ത്രങ്ങളെക്കുറിച്ചും വേദങ്ങളെയും ഉപനിഷത്തുക്കളെയൊക്കെ കുറിച്ചുമൊക്കെ ശാസ്ത്രീയതയെ അണിനിരത്തി പ്രത്യേകിച്ചും പാരാസൈക്കോളജി പോലുള്ള ആധികാരികമായ സയൻറ്റിഫിക് വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ട് ഒരു സർവകലാശാലയും മറ്റു കാര്യങ്ങളും തുടങ്ങുവാനും ഒക്കെയുള്ള ഒരു മഹത്തരമായ ചിന്താധാരയെ അദ്ദേഹം എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മഹേഷ് ജിയെ ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ള ഒരു അതിഥി
ഇവിടെ ഉപഹാര സമർപ്പണത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള ഏറെ ബഹുമാനപ്പെട്ട വേദബ്രഹ്മ രാഷ്ട്രോദ്ധാരണ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാൻ അവർകൾ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് എൻ്റെ വ്യക്തിപരമായ പേരിലും ഇവിടെ അണിനിരന്നിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഊഷ്മളതയോടെ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിടവാങ്ങുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം. നന്ദി, നമസ്കാരം. അടുത്തതായി അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിലേക്കായി ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ ശ്രീ ശരത്ചന്ദ്രൻ അവരുടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓം. ബഹുമാനപ്പെട്ട ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ, ചർച്ച ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ നമ്മുടെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് എസ് സുരേഷ് ജി, പ്രദീപ് പിള്ള ചീഫ് എഡിറ്റർ ജന TV, രാജേഷ് പിള്ള CEO തത്വമയി ടെലിവിഷൻ, GM മഹേഷ് തപസ്യ, ഡോക്ടർ ശ്രീരാജ് കൃഷ്ണൻപോറ്റി ബ്രാഹ്മൺ സർവീസ് സൊസൈറ്റി, ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാൻ, നന്ദി പ്രകാശിപ്പിക്കുന്ന ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ ശ്രീ അരുൺ, ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, ആത്മീയ ഗുരുക്കന്മാരെ, ഇന്നത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസക്തിയില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. കാരണം ഇത് ചർച്ചയാണ്. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന ഭാരതത്തിലെ ഒരു വലിയ പ്രശ്നമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ഈ വഖഫ് അമെൻമെൻറ്റ് ബിൽ. അതിൻ്റെ രാഷ്ട്രവിരുദ്ധ ധാരകൾ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയിലൊക്കെ വളരെയധികം പ്രസക്തിയോടുകൂടി പല വേദികളിലും ഇതിൻ്റെ ഈ വിഷയം എടുത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ മാത്രം എനിക്ക് തോന്നുന്നു ഇത് വലിയൊരു ചർച്ചയാക്കി എടുത്തിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയുന്നത് കൊണ്ട് എല്ലാവർക്കും അതൊരു ഇത് തോന്നും. കാരണം ഹൈന്ദവർ തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൽ നിന്നും ഈ മതേതരത്വം പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന ഒരു വിഭാഗം ഹൈന്ദവരും അവരുടെ രാഷ്ട്രീയ കക്ഷികളുമാണ് ഈ സബ്ജക്റ്റിനെ, ഈ അമെൻമെൻറ്റ് ബില്ലിനെ പോലും എതിർക്കുന്നത്. അതല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇസ്ലാം കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഓർഗനൈസേഷനോ അല്ല മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് കേരള സംസ്ഥാനത്തിൽ ഈ ഒരു ബില്ലിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഇത് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അപൂർവം ചില മാധ്യമ വേദികളിൽ മാത്രം ഇത് വരുന്നുണ്ട്, അതായത് വളരെ വലുതായിട്ട്. പക്ഷെ പല നോർത്ത് ഇന്ത്യൻ മാഗസിൻക്ക് നിങ്ങൾ ഈ പല റിപ്പോർട്ടർ പല മാഗസിൻസും നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടെങ്കിൽ അതിൽ കാണാം ഇത് നിസ്സാര കാര്യമല്ല. ഇപ്പോൾ ഇത് ഉടനെ തന്നെ ഈ ബിൽ അമെൻമെൻറ്റ് ശരിക്കും ഇത് നടപ്പിൽ വരും, തീർച്ചയാണ്. അവതരിപ്പിക്കുകയും ചെയ്യും, അത് പാസ്സാവുകയും ചെയ്യും. അത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ വഖഫ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് മൈനോറിറ്റീസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പക്ഷേ എന്നാൽ പോലും അതിൻ്റെ മെജോറിറ്റി എന്ന് പറയുന്നത്, അവരുടെ പവർ എന്ന് പറയുന്നത് അവരുടെ മെമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്നതും. ഇന്ന് ഏതാണ്ട് 9.4 lakhs ഏക്കേഴ്സ് വഖഫിൻ്റെ കയ്യിലുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. അതിൽ 8.4ഓളം അവരുടെ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ആലോചിച്ചോളാം എത്രമാത്രം ഭൂമിയാണ് വഖഫിൻ്റെ കയ്യിലുള്ളത്. ആ ഒരു നിലപാടിനെ ഇത് ചെയ്തുകൊണ്ട് ഈ ബില്ല് ഏത് തരത്തിലാണ് അവതരിപ്പിക്കുന്നത്. ഈ ബില്ലിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സത്യത്തിൽ ഞാൻ ഒന്നിലും കൂടുതൽ വായിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ പോലും തീർച്ചയായിട്ടും ഈ ബില്ല് ഉടനെ തന്നെ ഒക്ടോബറിലോ നവംബറിലോ തന്നെ ഇത് പാസ്സാവും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തായിരുന്നാലും നമ്മുടെ ഈ സബ്ജക്റ്റ് ഇവിടെ സംസാരിക്കാൻ ഏറ്റവും ഇതിൽ ഏറ്റവും യോജിച്ച രാഷ്ട്രീയത്തിലാണെങ്കിലും
മീഡിയ ഫീൽഡിലാണെങ്കിലും അതല്ലാതെ ആത്മീയ ഇതിലാണെങ്കിലും നമ്മൾ സെലക്ട് ചെയ്തിവിടെ വന്നവരൊക്കെ വളരെ ശ്രേഷ്ഠരാണ്. അവരുടെ ചർച്ച നമുക്ക് തീർച്ചയായിട്ടും ഇന്ന് നോക്കി കേൾക്കാം. ഞാൻ അവരിലോട്ട് പോവുകയാണ്. അതിനു മുമ്പ് ഇതിൻ്റെ ഉദ്ഘാടന പ്രസംഗവും നടത്തുന്നതിന് ശ്രീ സുരേഷ് ജിയെ ഞാൻ ക്ഷണിക്കുന്നു. വഖഫ് ബില്ലും ചില രാഷ്ട്രവിരുദ്ധ ചിന്താധാരകളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഈ ചർച്ചാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള ശ്രീ ജെ ശരത്ചന്ദ്രൻ നായർ അവർകൾ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ജനം ടി വിയുടെ ചീഫ് എഡിറ്ററും എൻ്റെ പ്രിയ സുഹൃത്തുമായിട്ടുള്ള ശ്രീ പ്രദീപ് പിള്ള, തത്വമയി ടെലിവിഷൻ്റെ CEO എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ രാജേഷ് പിള്ള അവർകൾ, തപസ്യയുടെ സംസ്ഥാന സെക്രട്ടറി ABVPയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും കൂടിയായിട്ടുള്ള ശ്രീ GM മഹേഷ്, ഇവിടെ ഉപഹാര സമർപ്പണത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ശ്രീനിവാസൻ തമ്പുരാൻ അവർകൾ, സ്വാഗതം ആശംസിച്ച ഡോക്ടർ അമൽ സനാതനും, ശ്രീ അരുൺ, ഈ പ്രസ്ഥാനത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ ഗോപാൽജി, വേദിയിലോടൊപ്പം തന്നെ സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള ഗുരുനാഥന്മാരെ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇതൊരു ചർച്ചായോഗം ആയതുകൊണ്ട് ഉദ്ഘാടകന് വലിയ പ്രസക്തിയൊന്നുമില്ല. ഇത് ചർച്ചയിൽ വിഷയാവതാരകരാണ് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ടത്. ഞാനങ്ങനെ വിഷയം അവതരിപ്പിക്കേണ്ടി വരുമെന്നുള്ള ധാരണയിൽ വരുമ്പോഴാണ് ഗോപാൽജിയുടെ കൽപ്പന വരുന്നത് ഉദ്ഘാടനമാണ് ചെയ്യേണ്ടതെന്ന്. ഗോപാൽജി പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെയാണ് തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് കുട്ടിക്കാലം മുതൽ ശീലിച്ചിട്ടുള്ളത് കൊണ്ട് അത് തന്നെ ചെയ്യാൻ നിയുക്തനായി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വിഷയത്തിലേക്ക് നേരിട്ട് ഞാൻ കിടക്കാം. വഖഫ് ബില്ലും ചില രാഷ്ട്രവിരുദ്ധ ചിന്താധാരകളും എന്നുള്ളതാണ് ചർച്ചയ്ക്കാസ്പദമായിട്ടുള്ള വിഷയമായിട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് വഖഫ് ബില്ലിനെ സംബന്ധിച്ചുള്ള ഒരു വിഷയം എന്നതിന് അപ്പുറം സ്പെസിഫിക്കാണ് വിഷയം. വഖഫ് ബില്ലിനെതിരായിട്ട് നിൽക്കുന്ന ചിന്താധാരകൾ അത് രാഷ്ട്രവിരുദ്ധ ചിന്താധാരകളാണ് എന്ന ഉത്തമ ബോധ്യമാണ് ഈ ചർച്ചയ്ക്ക് ആസ്പദമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ആ വിഷയം. നമുക്കറിയാം, രാജ്യത്തെ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടതാണ്. വിഭജിക്കപ്പെട്ടതിന് ശേഷം രാജ്യത്ത് 2 ഭരണഘടനയും 2 ദേശീയ പതാകയും 2 പാർലമെൻറ്റും ഉണ്ടാക്കിയ രാജ്യമാണിത്. കാശ്മീരിന് വേണ്ടി പ്രത്യേക രാഷ്ട്രീയ പാർലമെൻറ്റും പ്രത്യേക ഭരണഘടനയും പ്രത്യേക പതാകയും ഒക്കെ ഉണ്ടാക്കിക്കൊടുത്തു. അതിനുശേഷം ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ ആദ്യാവകാശി, പർട്ടിക്കുലർലി മുസ്ലിംസ് എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന നാടാണ് ഈ ഇന്ത്യ. അതുപോലെ തന്നെ കോമൺ സിവിൽ കോഡ് എന്ന് പറയുന്നത് ഭരണഘടനാദത്തമായ ഒരു വാക്കാണ്. ഭരണഘടനയിൽ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുള്ളതാണ്. ഭരണഘടനാ ശില്പികൾ മുന്നോട്ട് വച്ച കോമൺ സിവിൽ കോഡ് നടപ്പാക്കാൻ 7.5 ദശാബ്ദം പിന്നിട്ട സ്വതന്ത്രാനന്തര ഭാരതത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതും നമ്മൾ ഈ തലക്കെട്ടിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട ചില സംഭവങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അബദ്ധവശാൽ ഈ രാജ്യത്തിന് നരേന്ദ്രമോദിയുടെ 3ാം ടേമിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി അവരോധിതനായി. ആ രാഹുൽ ഗാന്ധി വിദേശത്ത് പോയിട്ട് മുമ്പ് പ്രസംഗിച്ചതുപോലെ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുകയാണ്. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ക്യാബിനറ്റ് റാങ്കുള്ള മനുഷ്യനാണ്. ഈ രാജ്യത്തിൻ്റെ ഡിപ്ലോമാറ്റിക്
ചാനലിലൂടെ ഡിപ്ലോമാറ്റിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിൽ പോകുന്നത്. അവിടെ ചെന്ന് രാജ്യത്തെ ഇകഴ്ത്തുക, രാജ്യത്തെ താഴ്ത്തുക, രാജ്യത്തെ അധിക്ഷേപിക്കുക, രാജ്യത്തെ അപമാനിക്കുക, രാജ്യത്തിൻ്റെ ഭരണഘടനയെയും ഭരണകൂടത്തെയും ചോദ്യം ചെയ്യുക. അത് സാധാരണ നിലയിൽ ഇതൊക്കെ ചെയ്യുന്നത് വിഘടനവാദികളും വിധ്വംസകവാദികളും അവരുടെ വക്താക്കളും അവരുടെ പ്രയോക്താക്കളുമാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ രാജ്യത്തിന് പുറത്തുപോയി വിഘടനവാദികളുടെ നാവ് കടമെടുത്ത് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു എന്നത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ദേശവിരുദ്ധ ചിന്താധാരയുടെ ഏറ്റവും പ്രത്യക്ഷമാർന്ന ബീഭത്സ രൂപമാണ്. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ ഒരു സെനറ്റർ അവർ ഇത് ഒരു രാജ്യത്തിൻ്റെ നേതാവാണോ, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണോ, ഇങ്ങനെയാണോ സ്വന്തം രാജ്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അവർ കൊടുത്ത ഇൻ്റർവ്യൂ അത് ആരും കണ്ടില്ലെങ്കിലും കോൺഗ്രസ്സുകാരും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെങ്കിലും കണ്ടിരിക്കേണ്ടതാണ്. സ്വന്തം രാജ്യത്തെയും മാതൃത്വത്തെയും സംബന്ധിച്ച് യാതൊരു അഭിമാന ബോധവുമില്ലാത്ത ഇത്തരത്തിലുള്ള ആൾക്കാർ ഈ രാജ്യത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് വിദേശത്ത് ചെല്ലുന്ന സമയത്ത് കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ ഈ രാജ്യത്തിന് ദോഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഡിപ്ലോമസിയെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർ ഈ രാഹുൽ ഗാന്ധിയെ ഒരു ഡിപ്ലോമാറ്റിക് ഇഡിയറ്റ് എന്ന് നാമകരണം ചെയ്താൽ അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഡിപ്ലോമസിയെ സംബന്ധിച്ച്, നയതന്ത്ര ബന്ധങ്ങളെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ലാത്ത ഒരു നയതന്ത്ര വിഡ്ഢിയായി വേഷം കെട്ടി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഉലകം ചുറ്റുന്നു എന്ന് പറയുമ്പോൾ അത് ഈ രാജ്യത്തിലെ 140 കോടി ജനതയ്ക്ക് അപമാനമാണ് എന്ന് ഇക്കൂട്ടരെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഈ രാജ്യത്തിൻ്റെ ദേശാഭിമാനത്തിൽ പ്രോജ്വലിക്കുന്ന സമൂഹത്തിന് ഉണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ അവസരത്തിലാണ് ഇവിടെ വഖഫ് ബോർഡിനെ സംബന്ധിച്ചുള്ള, വഖഫ് നിയമങ്ങളെ സംബന്ധിച്ചുള്ള ചിന്തകൾക്ക് പ്രസക്തിയേറുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ രണ്ടായിട്ട് വിഭജിച്ചതിൽ നിന്നോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകൃതമാകുന്ന കാലഘട്ടം മുതലോ രൂപാന്തരപ്പെട്ടു വന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്ത് അടുത്ത കാലത്ത് വന്നിട്ടുള്ള ദേശീയപരമായിട്ട് രാജ്യത്തിൻ്റെ സാമ്പത്തികപരമായിട്ട് മുന്നോട്ട് നീക്കുന്ന പല മേഖലകളെയും എതിർക്കുന്ന ചിന്താഗതി അതിൽ നിന്ന് രൂപാന്തരപ്പെട്ടു വന്നതാണ്. അത് കാർഷിക നിയമങ്ങൾക്കെതിരായിട്ടാണെങ്കിലും മുത്തലാഖിന് എതിരായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മുത്തലാഖ് നിയമം മൂലം നിരോധിച്ചതിനെതിരായിട്ടാണെങ്കിലും ഇനി എന്തിനേറെ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 21 മാറ്റുന്നതിന് എതിരായിട്ടാണെങ്കിലും കോമൺ സിവിൽ കോഡ് വന്നാലുണ്ടാകുന്ന വിപത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നവരുടെ തലച്ചോറ് പരിശോധിച്ചാലും ഇപ്പോൾ വഖഫ് നിയമങ്ങൾ കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കപ്പെടുന്ന സമയത്ത് അതിനെതിരെ രംഗത്ത് വരുന്നവരെ പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്നത് ആ ചിന്താഗതിയുടെ പല രീതിയിലുള്ള രൂപങ്ങളെയാണ്. നമുക്കറിയാം വഖഫ് നിയമം എന്ന് പറയുന്നത് പ്രാകൃതമായിട്ടുള്ളൊരു നിയമമാണ്. അത് സിദ്ധാന്തമെന്ന നിലയിൽ, ദർശനമെന്ന നിലയിൽ പ്രാകൃതമാണ്. ഒരു നിയമമെന്ന നിലയിൽ അങ്ങേയറ്റം വികൃതമാണ്. അത്തരത്തിൽ പ്രാകൃതവും വികൃതവുമായിട്ടുള്ള ഒരു നിയമമാണ് വഖഫ് നിയമം. ഈ നിയമത്തിന് സാധുത ലഭിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ വഖഫ് നിയമത്തെ സംബന്ധിച്ച് ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്ന ഏറ്റവും മോശവും വിനാശകരവുമായിട്ടുള്ള നിയമമാണ് വഖഫ് നിയമമെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, തുർക്കിയും ലിബിയയും ഈജിപ്തും സുഡാനും ലബനോനും സിറിയയും ജോർദാനും ട്യൂണീഷ്യയും ഇറാഖും ഉൾപ്പെടെയുള്ള ഒരു രാജ്യത്തും വഖഫ് നിയമങ്ങൾ ഇത്തരത്തിൽ നിലനിൽപ്പില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിലുള്ള മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾക്ക് പോലും വേണ്ടാത്ത വഖഫ് നിയമം ഒരു മതേതര രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും തുല്യാധികാരവും തുല്യാവകാശവും നിയമപരമായിട്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന, ഭരണഘടനാദത്തമായിട്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു രാജ്യത്ത്
ആ മതേതരമായിട്ടുള്ള സമീപനമല്ല വേണ്ടത്, മതാധിഷ്ഠിതമായിട്ടുള്ള സമീപനത്തിലൂടെ ഞങ്ങളുടെ വസ്തുക്കൾ ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾ ഇവിടെ ഒരു പ്രത്യേക കമ്പാർട്ട്മെൻറ്റാണ്, ഞങ്ങൾ പ്രത്യേകമാണ്, ഞങ്ങളുടെ മതം പ്രത്യേകമാണ്, ഞങ്ങളുടെ വസ്തു പ്രത്യേകമാണ്, ഞങ്ങളുടെ ജീവിത രീതി പ്രത്യേകമാണ്, ഞങ്ങളുടെ ഭക്ഷണം പ്രത്യേകമാണ്, ഞങ്ങളുടെ വസ്ത്രം പ്രത്യേകമാണ്, ഞങ്ങളുടെ ചിന്താധാര പ്രത്യേകമാണ്. ഞങ്ങൾ സമ്പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് പ്രത്യേകം നിൽക്കുന്നവരാണ്, ഇന്ത്യയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരാണ്, ഇന്ത്യയുടെ ചിന്താധാരയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരാണ്, ഇന്ത്യയുടെ സാംസ്കാരിക ഭൂമികയിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമീപനം. ആ സമീപനത്തിലൂടെയാണ് ഇന്ന് ഈ വഖഫിന് വേണ്ടി വാദിക്കുന്നവരെയും വഖഫിന് എതിരായിട്ട് നിയമം കൊണ്ടുവന്ന ആ സമീപനത്തെയും നമ്മൾ കാണേണ്ടത് ഈ രീതിയിലൂടെയാണ്. 1913 മുസൽമാൻ വഖഫ് സാധൂകരണ നിയമം ഈ രാജ്യത്ത് നടപ്പാക്കപ്പെട്ടത്. 1913 അന്ന് ഡൽഹിയിലെ സുൽത്താൻ അവിടുത്തെ ജുമാ മസ്ജിദിനോടൊപ്പം ചേർന്ന 2 ഗ്രാമങ്ങൾ വഖഫിന് വിട്ടുകൊടുത്തുകൊണ്ട് വഖഫ് നിയമം, വഖഫ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ആരംഭിച്ചു. മുഗളന്മാരുടെ ഭരണസമയത്ത് വഖഫിലേക്ക് ഇങ്ങനെ ഭൂമികൾ ഭീഷണിപ്പെടുത്തിയും തലകൾ ഗളച്ഛേദം നടത്തിയുമൊക്കെ വഖഫിലേക്ക് ഭൂമികൾ ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു. ഇന്ന് ഡിഫൻസ് മിനിസ്ട്രിയും അതോടൊപ്പം തന്നെ റെയിൽവേ മിനിസ്ട്രിയും കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് ഏറ്റവും കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ അത് വഖഫ് ബോർഡിനാണ്. നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ 9 ലക്ഷത്തിലേറെ ഹെക്ടർ ഭൂമി വഖഫ് ബോർഡിന് ഇന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഡിഫൻസിനും റെയിൽവേക്കും ഉള്ളത് കഴിഞ്ഞാൽ അടുത്തതാണ്. 1954 നെഹ്റു അദ്ദേഹത്തിൻ്റെ വഖഫ് നിയമം ആക്ട്, ഒരു കേന്ദ്രീകൃത ആക്ട് ഈ രാജ്യത്ത് കൊണ്ടുവന്നു. അതിനുശേഷം 1964 സെൻട്രൽ വഖഫ് ബോർഡും സെൻട്രൽ വഖഫ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഈ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ടു. ഇന്ന് 32 വഖഫ് ബോർഡുകൾ ഈ രാജ്യത്താകമാനമുണ്ട്. ആ വഖഫ് ബോർഡുകളുടെ അധീനതയിലാണ് ഇത്രയും ലക്ഷക്കണക്കിന് വരുന്ന ഭൂമി ഉള്ളത്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് 1995 വഖഫ് നിയമത്തിൽ ഒരു വലിയ ഭേദഗതി വരുത്തി. ആ ഭേദഗതി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയെ സമ്പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ ഭരണഘടനയുടെ മതേതരത്വം എന്ന് എഴുതി വച്ചിരിക്കുന്ന ആ മഹത്തായിട്ടുള്ള ആ മനോഭാവമുണ്ടല്ലോ, ആ മനോഭാവത്തെയാണ് മാറ്റിമറിച്ചത്. ഇന്ത്യയെ ഒരു റിപ്പബ്ലിക് എന്ന നിലയിൽ ഇന്ത്യയിലെ സകലമാന ആൾക്കാർക്കും സ്വച്ഛന്തമായി സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന നിലയിൽ ഇന്ത്യയുടെ ആ കരുത്തിനെയാണ് ഇത്തരത്തിലുള്ള 1995 നിയമ ഭേദഗതിയിലൂടെ നശിപ്പിച്ചത്. അന്ന് ഇതിൻ്റെ ഒരു CEO ഉണ്ട്, മുത്തവല്ലി. അയാൾക്ക് പൂർണ്ണ അധികാരമാണ്, ജില്ലാ ജഡ്ജിയേക്കാൾ അധികാരമാണ്. ഒരു കോടതിക്ക് വഖഫിൻ്റെ പുറത്തുള്ള അധികാരത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാനോ ട്രയൽ ചെയ്യാനുള്ള അധികാരമില്ല. കോടതികളുടെ അധികാരത്തിന് മുകളിലാണ് വഖഫ് ബോർഡ്. അതിൻ്റെ മുത്തവല്ലി എന്ന് പറയുന്ന വ്യക്തി കോടതിയുടെ മജിസ്ട്രേറ്റിനും മുൻസിഫിനും അപ്പുറത്തുള്ള ആളാണ്. അയാൾ തീരുമാനിക്കുന്നത് ചോദ്യം ചെയ്യാൻ കോടതിക്ക് അധികാരമില്ലാത്ത അവസ്ഥ. കോസി ജുഡീഷ്യൽ പവർ, എക്സിക്യൂഷൻ പവർ, തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാനുള്ള എക്സിക്യൂഷൻ, EP പെറ്റീഷൻസ് കേൾക്കാനും നടപ്പാക്കാനുമുള്ള അധികാരം. അങ്ങനെ കേരളത്തിലെ കോടതികൾ ഇന്ത്യയിലെ കോടതി സംവിധാനത്തിന് നിയമ സംവിധാനത്തിന് പാരലലായി ശരിയത്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു കോടതിയാണ് 1995 വഖഫ് നിയമ ഭേദഗതിയിലൂടെ ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടത്. ആ വഖഫ് ഭേദഗതിയെ തുടർന്ന് ഈ രാജ്യത്ത് ഏകദേശം 200ഓളം വരുന്ന 194 സ്ഥലങ്ങൾ തർക്കത്തിലാണ്. 194 സ്ഥലങ്ങൾ ഇന്ന് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും കിടക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഞാനിപ്പോൾ അത് പറയുന്നില്ല, കാരണം
ശ്രീ രാജേഷ് ഏട്ടനും അതോടൊപ്പം തന്നെ ശ്രീ പ്രദീപ് പിള്ളയും ഉൾപ്പെടെയുള്ള ആൾക്കാർ അവർ അത് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടിരിക്കുന്ന ക്ഷേത്രങ്ങൾ വഖഫ് ക്ലെയിം ചെയ്തിരിക്കുകയാണ് അവരുടേതാണെന്ന്. നൂറുകണക്കിന് ആൾക്കാർ ജീവിക്കുന്ന ഗ്രാമങ്ങൾ വഖഫ് ക്ലെയിം ചെയ്തിരിക്കുകയാണ് അവരുടേതാണെന്ന്. അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്. അങ്ങനെ മനുഷ്യന് ആ വസ്തുവിന്മേൽ അവിടെ ജീവിക്കുന്നവന് പരമ്പരാഗതമായിട്ട് ആർജിച്ച വസ്തുവിന്മേൽ ഒരു അധികാരവുമില്ല. വഖഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വഖഫിൻ്റെ അർത്ഥം തന്നെ വളരെ രസകരമാണ്. നിയന്ത്രണവും നിരോധനവുമാണ്. എന്ത് നിയന്ത്രണമോ എന്ത് നിരോധനമാണ്? വിൽക്കാനോ കൈമാറ്റപ്പെടാനോ പാടില്ലാത്ത അള്ളായുടെ വസ്തുവകകളാണ്. വഖഫിനെന്ന് പറഞ്ഞ് ഒരാൾ ഒഴിഞ്ഞു വച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വിൽക്കാനോ അതോടൊപ്പം തന്നെ കൈമാറ്റപ്പെടാനോ പാടില്ല. അള്ളായുടേതാണ്. അത് സംരക്ഷിക്കാനുള്ള ചുമതലയാണ് വഖഫ് ബോർഡിന്. വെട്ടിപ്പ്, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വെട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് വഖഫ് ബോർഡിലാണ്. ഏറ്റവും കൂടുതൽ ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്ന വഖഫ് ബോർഡിലാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തിലെ ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള മുസ്ലിം സമൂഹം തന്നെ ഈ വഖഫ് ബോർഡിനെ പൊളിച്ചടുക്കി ഒരു പരുവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനോട്, സുപ്രീം കോടതികളോട്. അത്രയ്ക്ക് കൊള്ളയാണ് വഖഫിൻ്റെ പേരിൽ, അള്ളായുടെ പേരിൽ അവിടെ ഇരിക്കുന്നവന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇത് കേവലം ഒരു നിയമ സംഹിത മാറ്റി ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിനോടും മതേതരത്വ സംവിധാനത്തിനോടും ഇന്ത്യയുടെ ജുഡീഷ്യൽ സംവിധാനത്തിനോടും താദാത്മ്യപ്പെടുന്ന ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു മാറ്റം മാത്രമല്ല കൊണ്ടുവന്നത്, അവിടെ നടക്കുന്ന അഴിമതിയും കൊള്ളയും അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമവും മതത്തിൻ്റെ പേരിൽ, അള്ളായുടെ പേരിൽ, വഖഫിൻ്റെ പേരിൽ അവിടെ നടക്കുന്ന അഴിമതിയും കൊള്ളയും അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇച്ഛാശക്തിയും കൂടിയാണ് 2024 നരേന്ദ്രമോദി കൊണ്ടുവന്ന ഈ വഖഫ് നിയമ ഭേദഗതിയിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൗർഭാഗ്യവശാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതിൻ്റെ എല്ലാ സീമകളും അതിലംഘിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെതിരെ ഈ കേരളത്തിലെ എംപിമാർ രാഷ്ട്രീയ ഭേദമന്യേ, കൊടിയുടെ നിറത്തിൻ്റെ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ചാണ്. വഖഫ് ബോർഡ് നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനെതിരായിട്ട് ഒരുമിച്ചാണ്. ഈ രാജ്യത്ത് മമതാ ബാനർജി ഉൾപ്പെടെയുള്ള ആൾക്കാർ ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ട് ജയിച്ചു കയറാമെന്ന് വ്യാമോഹിച്ചിരിക്കുന്ന മമതാ ബാനർജി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ നിയമത്തിനെതിരായിട്ട് രംഗത്ത് വരുന്നു, ഈ നിയമ ഭേദഗതിക്കെതിരായിട്ട് രംഗത്ത് വരുന്നു. പക്ഷേ ഈ രാജ്യത്ത് ഒരു പുതിയ ചരിത്രം എഴുതിയിട്ടുണ്ട്. 500 വർഷങ്ങൾക്കപ്പുറം നമ്മൾ ആഗ്രഹിച്ചിരുന്ന ശ്രീരാമ ജന്മഭൂമിയിൽ, ജന്മസ്ഥാനിൽ ശ്രീരാമക്ഷേത്രം പണിയുക എന്നുള്ളത് 500 വർഷത്തിനപ്പുറത്തുള്ള ഈ നാടിൻ്റെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഒരു ഇച്ഛാശക്തിയാണ് ഇന്ന് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. അതുപോലെ 1951 ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ജമ്മു കാശ്മീരിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ട് ഒരു രാജ്യത്ത് 2 ഭരണഘടനയും 2 പാർലമെൻറ്റും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ധീര രക്തസാക്ഷിത്വം വഹിച്ചു. 70 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ധീര രക്തസാക്ഷിത്വം അത് വൃഥാവിലായില്ല എന്ന് തെളിയിച്ച ഒരു ചരിത്രം കുറിച്ച ഭരണകൂടമാണ് ഇന്ത്യയുടെ ഭരണകൂടം. ഈ രാജ്യത്ത് 370-ാം വകുപ്പെടുത്ത് മാറ്റിയാൽ ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങൾ മുഴുവൻ തന്നെ ഇന്ത്യക്കെതിരെ 3-ാം ലോക മഹായുദ്ധം പ്രഖ്യാപിക്കും. ഇന്ത്യയിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വരില്ല. ഇന്ത്യ മുഴുവൻ തന്നെ ഒറ്റപ്പെടും. ഇന്ത്യയിലെ എല്ലാ സമൂഹത്തെ, ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും മുഴുവൻ മുസ്ലിം ഭീകരവാദികൾ നശിപ്പിച്ചു കളയും. ഇന്ത്യ മുഴുവൻ കലാപകലുഷിതമാകുമെന്നൊക്കെ പ്രഖ്യാപിച്ച് 75 വർഷക്കാലം ഈ രാജ്യത്തിന് വിരുദ്ധവും പാകിസ്ഥാൻ അനുകൂലവുമായിരുന്ന 370-ാം വകുപ്പ് വച്ചുപൊറിപ്പിച്ച അവരുടെ മുന്നിൽ അതെടുത്തു മാറ്റിയപ്പോൾ ഈ രാജ്യത്ത് ഒരു കലാപവും ഉണ്ടായിട്ടില്ല. ബാബറി കെട്ടിടം ഇരുന്ന സ്ഥലത്ത് ശ്രീരാമ ജന്മഭൂമി എന്ന് പറയുന്ന അത് സ്ഥാപിക്കണമെന്ന തീരുമാനമെടുത്തപ്പോൾ ഈ രാജ്യത്ത് ഒരു FIR പോലും ഇടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ഈ രാജ്യത്തിലെ സാമാന്യ ജനതയിൽ പരിവർത്തനത്തിൻ്റെ പുതിയ ഒരു ചരിത്രം അവൻ്റെ മനസ്സിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. അതിൽ അവൻ അഭിമാനിക്കുന്നുണ്ട്, അത് ഉൾക്കൊള്ളുന്നുണ്ട്, അത് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ആ ഇച്ഛാശക്തിക്ക്
ഇതുപോലെ മുത്തലാഖ് നിയമം മൂലം നിരോധിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ ഈ രാജ്യത്തിൻ്റെ നിയമശാസനയ്ക്കനുസരിച്ച് ഈ രാജ്യത്തുള്ള മുഴുവൻ ജനതയും ജീവിക്കുമെന്ന് ഉറപ്പുവരുത്താനും സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ രാജ്യത്ത് ഡോക്ടർ BR അംബേദ്കർ രൂപകൽപ്പന ചെയ്ത ഭരണഘടനയാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയൊക്കെ ഉയർത്തിപ്പിടിച്ച ആ ഭരണഘടനയുടെ ഒരു ചെറുപതിപ്പുണ്ടല്ലോ. ആ ചെറുപതിപ്പിനെ ഹൃദയത്തിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു ഭരണകൂടമാണ് ഈ രാജ്യത്തുള്ളത്. ആ ഭരണകൂടത്തിനെ സമ്പൂർണ്ണമായിട്ടും നശിപ്പിച്ചുകൊണ്ട് 1975 മുതൽ 77 വരെ അടിയന്തരാവസ്ഥയുടെ കരിദിനങ്ങൾ നൽകിയ ഒരു കാലഘട്ടം, ആ കറുത്ത കാലഘട്ടം നമുക്ക് വിസ്മരിക്കാവതല്ല. ആ കാലഘട്ടം നൽകിയ കോൺഗ്രസിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൻ ആ ഭരണഘടന എടുത്ത് ഉയർത്തിപ്പിടിക്കുന്നത് സ്വയം ട്രോളുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം അദ്ദേഹത്തിനില്ലാത്തത് കൊണ്ടാണ് അത് സംഭവിച്ചത്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാദത്തമായിട്ടുള്ള സർവ്വ സ്വാതന്ത്ര്യത്തെയും നിഷേധിച്ച ഒരു ഭരണകൂടമാണ് കോൺഗ്രസിൻ്റെ ഭരണകൂടം. അവർ ഭരണഘടനയുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു, എന്നിട്ട് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നു. അവർ ഈ രാജ്യത്തെ വർഗീയതയുടെ പേരിൽ രണ്ടായിട്ട് വിഭജിക്കുന്നു, എന്നിട്ട് പറയുന്നു മതേതരക്കാരെന്ന് പറയുന്നു. അവർ വർഗീയതയുടെ പേരിൽ കോമൺ സിവിൽ കോഡിനെ എതിർക്കുന്നു, എന്നിട്ട് പറയുന്നു അവരാണ് മതേതരക്കാരെന്ന്. അവർ വർഗീയതയുടെ പേരിൽ മുത്തലാഖിനെ എതിർക്കുന്നു, എന്നിട്ട് പറയുന്നു മുത്തലാഖിനെ അനുകൂലിക്കുന്നു, എന്നിട്ട് പറയുന്നു ഞങ്ങൾ മതേതരക്കാരാണെന്ന്. അവർ വർഗീയതയുടെ പേരിൽ ഇതുപോലെയുള്ള ഈ വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്നു, എന്നിട്ട് പറയുന്നു ഞങ്ങളാണ് മതേതരക്കാരെന്ന്. എന്തോ ഒരു എത്രയിടത്തോളം അപകടകരമാണ് നമ്മുടെ പോക്ക്. യഥാർത്ഥ മതേതരക്കാരെല്ലാം ഇരുന്ന് ഈ മതവർഗീയ കോമരങ്ങൾക്ക് പിണിയാളന്മാരായിട്ട് മാറിയിരിക്കുന്ന ഇക്കൂട്ടരുടെ ഈ പ്രഘോഷണങ്ങൾ കേട്ടിട്ട് അവരാണ് മതേതരക്കാരന്മാർ എന്ന് കൈയടിക്കാൻ വേണ്ടി മാറിയിരിക്കേണ്ട ഗതികേടാണ്. കേരളത്തിൽ മാത്രമേ ഈ ഗതികേട് കാര്യമായിട്ട് നിലവിലുള്ളൂ എന്നുള്ളത് അല്പ ആശ്വാസകരമാണ്. കേരളത്തിലും മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലും ഇടത്തും വലതുമല്ലാത്ത നേരിൻ്റെ പാതയിലുള്ള ചിന്ത കടന്നു വന്നിരിക്കുന്നു എന്നതാണ് ഈ സമീപകാല സാഹചര്യങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് വിളിച്ചോതുന്ന സത്യം. ആ സത്യത്തിലേക്കുള്ള പ്രയാണത്തിന് മധ്യേ ഇത്തരത്തിലുള്ള ചർച്ചകൾ നേരാവണ്ണം നടക്കേണ്ടതും അത് എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വമാണ് ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും അർപ്പിക്കുന്നു. സെപ്റ്റംബർ 8 ഇന്ത്യയിലെ ന്യൂനപക്ഷ മന്ത്രാലയം ഇതിനെതിരായിട്ട് വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ പലരും ഞെട്ടി. പക്ഷേ ഇവിടുത്തെ മതേതര വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഫലമായിട്ട് അത് പാർലമെൻറ്റ് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. പാർലമെൻറ്റ് കമ്മിറ്റിയുടെ പ്രപ്പോസൽ വരാം. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പാർലമെൻറ്റ് കമ്മിറ്റിക്ക് വിട്ട സാധനം ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടത്തിൻ്റേതാണ് എന്നതുകൊണ്ട് പാർലമെൻ്ററി കമ്മിറ്റിയുടെ മുമ്പിൽ ഇങ്ങനെ ദശാബ്ദങ്ങൾ അത് ഇരിക്കില്ല എന്ന് ഈ രാജ്യത്തെ അറിയുന്നവരും നരേന്ദ്രമോദിയെ അറിയുന്നവർക്കും ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ നിയമം ഇവിടെ നടപ്പാക്കപ്പെടുമെന്നുള്ള പൂർണ്ണ ബോധ്യവും വിശ്വാസവും അതാണ് ഈ വേദിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും ചിന്തിക്കുന്ന ആൾക്കാരുടെ മനസ്സിലുള്ളത്. ദൗർഭാഗ്യവശാൽ നമ്മുടെ മതേതരക്കാരന്മാരായിട്ടുള്ള പുതിയ വേഷധാരികൾ ധരിച്ചു വച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരൻ ഭരിച്ചത് കൊണ്ടാണ് ഇന്ത്യ മതേതരമായിരിക്കുന്നത് എന്നാണ്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു ജീവിച്ചിരുന്നത് കൊണ്ടാണ് ഈ രാജ്യം മതേതരമായിരിക്കുന്നത് എന്നാണ് ദൗർഭാഗ്യവശാൽ ഇക്കൂട്ടർ ധരിച്ചു വച്ചിരിക്കുന്നത്. അതിനപ്പുറത്ത് ഈ രാജ്യത്തിന് 5000 വർഷത്തിനപ്പുറത്തുള്ള സനാതനമാർന്ന ഒരു പൈതൃകമുണ്ടെന്ന്. ആ പൈതൃകമാണ് ലോകത്ത് ഒരു സംസ്കൃതിയും ഉയർത്തിപ്പിടിക്കാത്ത, ഒരു മത പ്രഘോഷണത്തിലും കേൾക്കാത്ത ഉജ്ജ്വലമാർന്ന മതേതരത്വത്തിൻ്റെയും ഏകത്വത്തിൻ്റെയും ആപ്തവാക്യങ്ങൾ ലോകത്തിലേക്ക് ഉയർത്തിയതെന്നും അവർ തിരിച്ചറിയുന്നില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തുവും ഏകം സത്വിപ്ര ബഹുധാ വദന്തിയും ഒക്കെ വസുദൈവ കുടുംബകവുമൊക്കെ ഇന്ന് ഇന്ത്യയുടെ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന മതേതരത്വത്തിൻ്റെയൊക്കെ രത്നചുരുക്കമാണ്. അതിൽ നിന്നൊക്കെയാണ് ഈ രാജ്യം നിലനിൽക്കുന്നത്, ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യം ഇന്ന് ലോകത്തിൻ്റെ വൻ ശക്തിയാകാൻ പോകുന്നതും ഈ ആപ്തവാക്യങ്ങളിൽ നിന്ന്
ഉരുത്തിരിഞ്ഞു വന്ന ആവേശവും അനുഭൂതിയും അതോടൊപ്പം തന്നെ ദർശനവുമാണ്. ആ ദർശനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ക്രിയാത്മകതയുടെ പോസിറ്റീവായിട്ടുള്ള ഭാവാത്മകമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമായിട്ടുള്ള ദേശാഭിമാനികളെ പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല എന്നുള്ള ആശ്വാസം മാത്രം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ പ്രബുദ്ധമാർന്ന പാനലിസ്റ്റുകളാണ് ഏറ്റവും സജീവമായി ഈ വിഷയത്തിൽ ആഴത്തിൽ പരിശോധിക്കാൻ കഴിവുള്ള, നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള ആ പാനലിസ്റ്റുകൾക്ക് അവസരമൊരുക്കിക്കൊണ്ട് അവരുടെ അവതരണം ഒരു വിദ്യാർത്ഥിയെ പോലെ കേൾക്കാൻ ഉള്ള അവസരം ലഭിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട്, ഈ ചർച്ചാ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ചർച്ച ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആദരണീയനായ അഡ്വക്കേറ്റ് എസ് സുരേഷ് ജിക്ക് ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാനെ ക്ഷണിക്കുന്നു. അടുത്തതായി ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിന് വേണ്ടി സാംസ്കാരിക പ്രവർത്തകനും തപസ്യ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ GM മഹേഷ് ജിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ജെ ശരത്ചന്ദ്രൻ നായർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ശ്രീ അഡ്വക്കേറ്റ് എസ് സുരേഷ് അവർകൾ, ഈ ചർച്ച മുന്നോട്ട് ഇനി വിഷയാവതരണം നടത്താനുള്ള ശ്രീ പ്രദീപ് പിള്ള, ശ്രീ രാജേഷ് പിള്ള, വേദിയിലിരിക്കുന്ന ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാൻ, സ്വാഗത ഭാഷകനായിട്ടുള്ള ഡോക്ടർ അമൽ സനാതനം, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ വിനീത നമസ്കാരം. ഇനി കൃത്യം 38 മിനിറ്റാണ് നമുക്ക് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് അവശേഷിക്കുന്നത്. 3 പേര് വിഷയം അവതരിപ്പിക്കുകയും വേണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു വിവരം പറയാൻ വേണ്ടിയിട്ടാണ് തന്നെന്ന് തോന്നുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് അംഗീകരിച്ച കേന്ദ്ര മന്ത്രിസഭ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിച്ചു എന്ന വാർത്ത അറിയിക്കുകയാണ്. ഉദ്ഘാടകൻ വിഷയത്തിലേക്ക് നേരിട്ട് വരികയും കേവലം ഒരു ഉദ്ഘാടന ഭാഷണത്തിനപ്പുറത്തേക്ക് വിഷയാവതരണം വളരെ മനോഹരമായി നമ്മുടെ മുന്നിൽ വയ്ക്കുകയും ചെയ്തു. ഇനിയൊരു പ്രസംഗത്തിന് പ്രസക്തിയില്ല, കാരണം വിഷയാവതരണമായതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുന്നതാണ് ഈ സഭയ്ക്ക് ഉചിതം എന്ന് തോന്നുന്നു. ഏത് അർത്ഥത്തിലാണ് രാഷ്ട്രവിരുദ്ധ ചിന്താധാരകളും വഖഫ് ബില്ലും എന്ന ഈ ആശയം ഈ സെമിനാറിന് എടുക്കാൻ നിശ്ചയിച്ചത് എന്നുള്ളത് നമുക്കറിയാം. വാസ്തവത്തിൽ ഈ വിഷയം എത്ര കണ്ട് പഠിച്ചിട്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് ഭാരതത്തിൽ ചർച്ച സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? രാഷ്ട്രവിരുദ്ധ സംഘടനകൾ. രാഷ്ട്രവിരുദ്ധ സംഘടന എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മതമൗലികവാദ സംഘടനകളെക്കാൾ ഇന്ത്യ മുന്നണിയാണ് ഈ ചർച്ച ഭാരതം മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
വഖഫ് ബില്ലിൻ്റെ 1954 ശ്രീ നെഹ്റു ഈ വഖഫ് ബില്ല് അല്ലെങ്കിൽ വഖഫ് നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മൾ ഈ വഖഫിനെ കുറിച്ച് ചിന്തിക്കണം. ഉദ്ഘാടക ഭാഷകൻ സൂചിപ്പിച്ചു, ഇത് 1954 മുമ്പ് ഈ വഖഫ് ചർച്ചകൾ നടന്നിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ അതിനെ എതിർത്തു എന്നൊക്കെ. ഭാരതത്തെ രണ്ടാക്കിയതിൽ ഇന്ന് ഈ വഖഫ് ബില്ലിന് അനുകൂലിച്ചുകൊണ്ട് ചർച്ചകൾ സംഘടിപ്പിക്കുന്ന, പ്രതിഷേധം സംഘടിപ്പിക്കുന്ന വിഭാഗത്തിന് എത്ര കണ്ട് സ്വാധീനമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇന്ന് ഭാരതം രണ്ടായി കാണുന്നുണ്ടെങ്കിൽ അത് പാകിസ്ഥാനും ഇന്ത്യയും എന്ന് പറയുന്ന രണ്ട് പ്രദേശങ്ങളായി, രണ്ട് രാജ്യങ്ങളായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു വിഭാഗത്തിന് മാത്രമാണ് ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വമാണ് ഇന്നത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്. ഇതൊരിക്കലും ഒരു രാഷ്ട്രീയ ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ആകരുത് താനും. പക്ഷേ വസ്തുത പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വതന്ത്രാനന്തര ഭാരതത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാകും എന്ന ചർച്ച. മുഹമ്മദ് അലി ജിന്നയ്ക്കാകണമെന്നുണ്ട്, അതുപോലെ ജവഹർലാൽ നെഹ്റുവിനാകണമെന്നുണ്ട്. പക്ഷെ അതിന് ജവഹർലാൽ നെഹ്റു കണ്ടെത്തിയ ഉപായം ഭാരതത്തെ രണ്ടാക്കുക എന്നതാണ്. പക്ഷേ 1946 മുതൽ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് 54 വഖഫ് ബോർഡ് രൂപീകരിക്കപ്പെട്ടത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുക. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ 1954 വഖഫ് ബോർഡ് രൂപീകരിച്ചതായിരുന്നില്ല. തൻ്റെ അധികാരം സ്വതന്ത്രാനന്തര ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്ന് ആ സുഖം അനുഭവിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു സത്യമുണ്ട്. മതം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അധികാരം നിലനിർത്താനുള്ള ഒന്ന് എന്ന തിരിച്ചറിവിന് ഒരു പരീക്ഷണാർത്ഥം കുറച്ചുകൂടി അതിനെ പരീക്ഷിച്ച് നോക്കാം എന്ന നിലക്ക് അദ്ദേഹം ചെയ്ത നടപടിയായിരുന്നു 54 വഖഫ് ബോർഡ്. ആ വഖഫ് കൗൺസിൽ അല്ലെങ്കിൽ 1954 വഖഫിന് ഇത്രയും അധികാരം കൊടുത്തു എന്ന് ഈ ബില്ല് നമ്മൾ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഭാരതത്തിൽ ചർച്ച ചെയ്യപ്പോഴാണ് നമ്മൾ ഓരോരുത്തരും പഠിച്ചിട്ടുണ്ടാവുക. ഈ നാട്ടിൽ ജനാധിപത്യം നിലനിൽക്കുന്ന നാട്ടിൽ, മതേതരത്വം പുലർത്തുന്ന ഒരു നാട്ടിൽ ഇത്തരത്തിൽ ലോകത്തൊരിടത്തും നടപ്പിലാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള നിയമത്തെ നിർമ്മിച്ച് അധികാര സ്വതന്ത്ര വിഹാരം നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ അധികാരവും വഖഫ് ബോർഡിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ നാടല്ല, ലോകത്തെ 195 രാജ്യങ്ങളിൽ ഒരിടത്തും, ഒരു ഏകാധിപത്യ രാജ്യത്ത് പോലും ഇത്തരത്തിൽ സ്വതന്ത്രമായ അധികാരം കൊടുത്തുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണം, ഒരു ബോർഡ് ഉണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ 1954 ഇത് കൊടുത്തു. അതിനുശേഷം 64 ഉണ്ടായ മാറ്റം 95 ഞാൻ ഈ വിഷയത്തിലേക്ക് വരികയാണ്. 95 വഖഫ് ബോർഡിന്റെ പരിഷ്കാരമാണല്ലോ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ എടുത്തു കളയുന്നു എന്ന്. അതിനകത്ത് വകുപ്പ് 40-ാമത്തെ വകുപ്പ് എടുത്തു മാറ്റിയതാണ് ഇന്ന് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഞാൻ ഈ വിഷയങ്ങളൊന്നുമല്ല പറയണമെന്ന് ആഗ്രഹിച്ചത്. ഏറ്റവും ഒടുവിൽ സംസാരിക്കേണ്ട എന്നെ ഏറ്റവും ആദ്യം ഇപ്പോൾ വിളിച്ചു. അപ്പം അതുകൊണ്ട് ഞാൻ ഈ വിഷയം കണ്ടന്റ് മാത്രം പറഞ്ഞു പോകാം. ഇവരെ പോലെ വളരെ നിങ്ങൾക്ക് സുപരിചിതമായ വിഷയത്തെ ആധികാരികതയുള്ളവർ പറഞ്ഞ് അവസാനിക്കുമ്പോൾ നാലാമനായി എനിക്കൊന്നും പറയാനുണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ തയ്യാറായി വന്നത് മറ്റൊന്നാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആയതുകൊണ്ട് ഞാൻ പോയിന്റിലേക്ക് മാത്രം ഒന്ന് ചിന്തിപ്പിച്ച് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് കൊണ്ട് എൻ്റെ ഈ വിഷയാവതരണം അവസാനിപ്പിക്കാം. അതുകൊണ്ട് ഞാൻ പോയിന്റുകൾ മാത്രം പറയണമെന്ന് എന്നെ വിളിച്ച സമയത്ത് ഞാൻ നിശ്ചയിച്ചുറപ്പിച്ചു. 40-ാമത്തെ വകുപ്പാണ്. 40-ാമത്തെ വകുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വഖഫിനുള്ള സ്വതന്ത്ര അധികാരം. ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് വൈകുന്നേരം ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു. നാളെ ഓഗസ്റ്റ് 8-ന് മുമ്പായിരുന്നുവെങ്കിൽ ഈ സെക്രട്ടേറിയറ്റ് വഖഫിൻ്റെ ആണ് എന്ന് ഒരു ക്ലെയിം ഉന്നയിച്ചാൽ, അവർ ഇത് എൻ്റേതാണ് ഞങ്ങളുടേതാണ് എന്നൊരു ക്ലെയിം ഉന്നയിച്ചാൽ,
ഇത് ഈ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന ഭാഗത്തിൻ്റെ ഉടമയുടെ ബാധ്യതയാണ്, അത് അല്ല എന്ന് തെളിയിക്കേണ്ടത്. ഇതിന് ഉദാഹരണത്തിന് ഞാൻ, ഇല്ലെങ്കിൽ ശ്രീമാൻ അഡ്വക്കേറ്റ് സുരേഷ് ഇരിക്കുന്ന വെള്ളയണിയിലെ 10 സെന്റ് ഭൂമി നാളെ രാവിലെ അത് പറയുകയാണ് വഖഫ് ബോർഡിൻ്റെയാണ് എന്ന് പറഞ്ഞാൽ BJPയുടെ സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു എന്ന് ധരിച്ചോളൂ. കേന്ദ്രത്തിൽ അധികാരമില്ല. അദ്ദേഹത്തിന് അത് ആണ് എന്ന് സമ്മതിക്കേണ്ടി വരും. അദ്ദേഹം ലോയർ ആയതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ലോയർ ആയതുകൊണ്ട് ഒരിക്കലും തിരുവനന്തപുരം ജില്ലാ കോടതിയെ, ഹൈക്കോടതിയോ സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധിക്കല്ലായിരുന്നു. കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 8-ാം തീയതി വരെ, അതിനു മുമ്പായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് കൺസേൺഡ് വെള്ളയണി പോലീസ് സ്റ്റേഷനിൽ പോകാൻ സാധിക്കില്ല, ഒരു SP-യെ കാണാൻ സാധിക്കില്ല, ഒരു കമ്മീഷണറെ കാണാൻ സാധിക്കില്ല, ഒരു DGP-യും കാണാൻ സാധിക്കില്ല. അവർക്ക് വാക്കാൽ അത് ക്ലെയിം ചെയ്താൽ മതി. വഖഫ് ബോർഡ് പറയുകയാണ് ഈ വീടും പുരയിടവും എൻ്റേതാണ് എന്ന് പറഞ്ഞാൽ എൻ്റേതാണ്. അതിനുള്ള അധികാരം വഖഫ് ബോർഡിനുണ്ടായിരുന്നു. അതിന് നീതി ലഭിക്കാൻ ആരുടെ അടുത്താണ് അദ്ദേഹം പോകേണ്ടി വരുന്നത്? വഖഫ് ട്രിബ്യൂണൽ. ഇത് നമുക്കറിയാം, ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അറിയാതെ ഉണ്ടെങ്കിൽ അറിയട്ടെ എന്നുള്ളതാണ്. കാരണം ഈ സെക്ഷൻ 40 എടുത്തു മാറ്റി വഖഫ് ബോർഡിൻ്റെ അധികാരത്തെ ഇല്ലാതാക്കി കളഞ്ഞു എന്ന പ്രചരണം നടത്തുന്നുകൊണ്ടാണ് പറയുന്നത്, ആരാണോ നീതി നിഷേധിക്കുന്നത് ആ നീതി നിഷേധിക്കുന്നവൻ്റെ മുന്നിൽ തലകുനിക്കണം നീതിക്ക് വേണ്ടി എന്ന അവസ്ഥയായിരുന്നു ഈ 40-ാമത്തെ വകുപ്പ് നിലനിന്നിരുന്ന സമയത്ത്. ഇതാണ് ഒന്നാമത്തെ ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന KC വേണുഗോപാലിന് ഇത്രമാത്രം വികാരമുണ്ടായി ആ സഭയിൽ അദ്ദേഹം ചർച്ച ചെയ്ത വിഷയം. 2, ഒരു ബോർഡ്, സർക്കാരിൻ്റെ കീഴിലുള്ള ബോർഡിൽ ആരായിരിക്കണം അതിൻ്റെ അംഗങ്ങൾ എന്ന് തീരുമാനിക്കുന്നത് ഒരു സർക്കാരിൻ്റെ കീഴിൽ സർക്കാരാണ്. സർക്കാരിന് അതിനുള്ള സ്വതന്ത്രമായിട്ടുള്ള അധികാരമുണ്ട്. പക്ഷേ ഈ പറയുന്ന വഖഫ് ബോർഡിൽ 11 അംഗങ്ങളിൽ 2 വനിതകൾ വേണം എന്ന നിലയ്ക്കുള്ള രണ്ടാമത്തെ കാര്യമാണ് പറഞ്ഞത്. ഒന്ന് 40-ാമത്തെ സെക്ഷൻ 40 എടുത്തു മാറ്റി. എന്തായിരുന്നു? എൻ്റെ വീട് അവരുടേതാണ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് സത്യം. അങ്ങനെ ആയിത്തീരാതിരിക്കാനുള്ള ഒന്നാമത്തത്. രണ്ടാമത്തത് സ്ത്രീ ശാക്തീകരണം, വിമൻ എംപവർമെന്റ് നമ്മളിന്ന് നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായി ഇതിൽ സ്ത്രീകൾക്ക് അവരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം എന്നുള്ളത് എല്ലാ മേഖലയും ലോകം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭാരതം വിശിഷ്യ കുറച്ച് കാര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 വനിതകളെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ വഖഫ് ബോർഡ് അംഗങ്ങൾക്ക് ഒരു കാരണവശാലും അതിന് അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ വഖഫ് ബോർഡിൽ അത് സംസ്ഥാന തലത്തിലുള്ള വഖഫ് ബോർഡുകളാവട്ടെ, വഖഫ് കൗൺസിലാവട്ടെ, അതിൽ വനിതകളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ സാധിക്കില്ല എന്ന നിലക്കാണ് രണ്ടാമത്തെ വിഷയം ഇന്ന് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ വീട് വഖഫ് ബോർഡിൻ്റെ ആണെന്ന് പറഞ്ഞു, 10 സെന്റ്. ആ 10 സെന്റ് അല്ല എന്ന് പറയാൻ സർവേ ചെയ്യണമല്ലോ. ഈ സർവേ ചെയ്യുന്നതിന് പണം ഈടാക്കേണ്ടി വരും. ഈ സർവേ പറഞ്ഞത് വഖഫ് ബോർഡാണ് ഈ വസ്തു എൻ്റെതെന്ന്. ഈ വസ്തു അല്ല എന്ന് തെളിയിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ്. പക്ഷേ അതിന് ട്രിബ്യൂണലിലെ നമുക്ക് പോകാൻ സാധിക്കൂ. ട്രിബ്യൂണലിൽ നീതിക്ക് ലഭിക്കില്ല. പക്ഷേ സർവേ ചെയ്യും. ആ സർവേ ചെയ്യുന്നതിനുള്ള പണം നമ്മുടെ പോലെയുള്ള സാധാരണക്കാരൻ നികുതി അടയ്ക്കുന്ന പണത്തിൽ നിന്നാണ് അത് ഉപയോഗിക്കുന്നത്. സ്വത്ത് കിട്ടിയാൽ വഖഫ് ബോർഡിന്, പക്ഷെ ആ സ്വത്ത് കിട്ടാൻ സർവേ നടത്തുന്നത് നമ്മളെ പോലെയുള്ള സാധാരണക്കാരൻ നികുതി അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്നുകൊണ്ട്. അതിൻ്റെ മുഴുവൻ ചുമതലയും ആർക്കായിരുന്നു? വഖഫ് ബോർഡിനായിരുന്നു. ഇനി മുതൽ സർവേ നടത്തുന്നതിൻ്റെ ചുമതല ജില്ലാ കളക്ടർ നേരിട്ട് നടപ്പിലാക്കും. ജില്ലാ കളക്ടർമാർക്കാണ് അതിനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. അതുപോലെ വാക്കാൽ പറയാണ്, ഞാൻ എന്നെ ഏതെങ്കിലും രീതിയിൽ സമ്മർദ്ദത്തിലാക്കി ഈ വസ്തുവകകൾ വഖഫിനുള്ളതാണ് എന്ന് ഞാൻ ഓറൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ അത് വഖഫിനുള്ളതാണ്. മുമ്പ് നമ്മൾ ഈ മുത്തലാഖിൻ്റെ വിഷയം ഉദ്ഘാടക ഭാഷകൻ പറഞ്ഞു, ഉറങ്ങിക്കിടക്കുമ്പോൾ ഭാര്യയെ തലേ ദിവസം പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മുത്തലാഖ് മുത്തലാഖ് മുത്തലാഖ്, ഇത്രയും മതി, അവൾ വീട്ടിൽ പോയി കിടക്കേണ്ടി വരും. ഉറക്കത്തിൽ ഭർത്താവ് മുത്തലാഖെന്ന് 3 തവണ പറഞ്ഞാൽ മുത്തലാഖ്, ഡൈവോഴ്സായി. ഡൈവോഴ്സിന് 7 ഗ്രൗണ്ടുകളാണ് സാധാരണ പറയാറ്. ഈ 7 ഗ്രൗണ്ടും വേണ്ട ഒരു മുത്തലാഖ് നിയമം നിലനിന്നിരുന്ന സമയത്ത്. ഈ മുത്തലാഖാണ് കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ്
ഉറങ്ങിക്കിടക്കുമ്പോൾ ഭർത്താവ് പറഞ്ഞാൽ പോരാ, ഡൈവോഴ്സിന് മറ്റ് ഗ്രൗണ്ടുകൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തലാഖ് നിയമം നടപ്പിലാക്കി, അത് നിരോധിച്ചത്. അപ്പോൾ വാക്കാലുള്ള വഖഫ്, ഇത് ഞാൻ തന്നു, നിങ്ങളുടെ നാളെ ഇത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞാൻ അപായപ്പെടുത്തു എന്ന ഭീഷണിയുടെ പേരിൽ വാക്കാൽ പറഞ്ഞാൽ തന്നെ അത് വഖഫാണ് എന്നുള്ളത് മാറ്റി രജിസ്ട്രേഷൻ മാൻഡേറ്ററി. വാക്കാൽ പോരാ, അത് രജിസ്ട്രേഷൻ ആയിരിക്കണം. ഇതിങ്ങനെ പെട്ടെന്ന് ഓടിച്ചു പറയുന്നത് നമുക്ക് ചർച്ച നടത്തുമ്പോൾ ഓർത്ത് വെച്ച് ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രസംഗം നമുക്ക് നടത്താം. പക്ഷേ പ്രധാനമായി ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലേക്ക് മാത്രം പോവുകയാണ്. അതുപോലെ ഈ വഖഫ് ബോർഡിൻ്റെ CEO ആയി നിശ്ചയിച്ചിരുന്നത് വഖഫ് ബോർഡ് തന്നെ നോമിനേറ്റ് ചെയ്യുന്ന ആളാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിശ്ചയിച്ചിരുന്നത് വഖഫ് ബോർഡിൻ്റെ ടീം ഒരുമിച്ചിരുന്ന് ഇനി മുഹമ്മദ് കുട്ടി സാഹിബ് ആയിരിക്കും ഈ CEO എന്ന് പറഞ്ഞാൽ മുഹമ്മദ് കുട്ടി സാഹിബ് ആയിരിക്കും. പക്ഷെ ഇനി മുതൽ അത് നടക്കില്ല. CEO ആയിട്ട് വഖഫ് ബോർഡിൻ്റെ CEO നിശ്ചയിക്കുന്നത് അതാത് സംസ്ഥാന സർക്കാരാണ്. കേരളത്തിൽ അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിലെ ആൾക്കാർ ഇവിടെ CEO നിശ്ചയിക്കേണ്ടത് ഇവിടുത്തെ സർക്കാരാണ്, അല്ലാതെ കേന്ദ്ര സർക്കാർ അല്ല CEO നിശ്ചയിക്കുന്നത്. അതുപോലെ തന്നെ ട്രിബ്യൂണലാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട് വഖഫ് ബോർഡിൻ്റെ ആണ് എന്ന് അവകാശം ഉന്നയിച്ചാൽ മര്യാദയ്ക്ക് അവർക്ക് എഴുതി കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ പോകണം. ആ അവസ്ഥ മാറി. ട്രിബ്യൂണലിൽ അല്ലെങ്കിൽ ഞാൻ ആരെ സമീപിക്കണം? ട്രിബ്യൂണലിനെ സമീപിക്കണം. ട്രിബ്യൂണൽ ആരുടെയാണ്? വഖഫ് ബോർഡിൻ്റെയാണ്. അപ്പം ട്രിബ്യൂണലാണ് വഖഫ് ബോർഡിൻ്റെ ഏറ്റവും വലിയ അധികാര കേന്ദ്രം. കാരണം നീതി എവിടെ നിന്നാണ് ലഭിക്കേണ്ടത്? ഈ വഖഫ് ബോർഡ് ട്രിബ്യൂണലിൽ നിന്നാണ്. ട്രിബ്യൂണൽ ആരാണ്? അവരുടെയാണ്, വഖഫ് ബോർഡിൻ്റെ. ഈ ട്രിബ്യൂണലിൻ്റെ അധികാരത്തെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ 40 അതുപോലെ ട്രിബ്യൂണലിൻ്റെ അധികാരം, ഇതാണ് ഈ സ്വത്ത് അവർക്ക് കിട്ടാൻ നിലനിർത്താനുള്ള ഒരു ഉപായം. ഉദ്ഘാടന പ്രഭാഷകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രതിരോധ മന്ത്രാലയവും അതുപോലെ റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ബോർഡാണ് ഇവരെന്ന്. ഇവര് ഏറ്റവും വലിയ സാമ്പത്തിക ഭദ്രത നിലനിൽക്കുമ്പോഴും ഏറ്റവും കൂടുതൽ കേസ് ഇന്ത്യയിൽ ഒരു ബോർഡിനെതിരെ ഉണ്ടെങ്കിൽ അതേതാണ് എന്ന് ചോദിച്ചാൽ ആ ബോർഡിൻ്റെ പേര് വഖഫ് ബോർഡാണ്. 40,951 കേസുകൾ ഇതിനോടകം ഇപ്പോൾ നിലനിൽക്കുന്നു എന്നതാണ്. ഇതിൽ 96% കേസുകളും കൊടുത്തിരിക്കുന്നത് മുസ്ലിങ്ങളാണ് എന്നതാണ്. അപ്പൊ ഇവിടെ ആരാണ് പ്രശ്നം? കാരണം എന്തുകൊണ്ട്, എങ്ങനെ മുസ്ലിങ്ങൾ കൊടുക്കുന്നു? ഈ വിഷയത്തെ അനുഭവിക്കുന്നതും കാണുന്നതും മനസ്സിലാക്കുന്നതും ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ്. ഈ 40,951 കേസിലെ 96% കേസുകളും കൊടുത്തിരിക്കുന്നത് മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ്. ഇവർക്ക് നിലവിൽ 8,22,727 8,22,727 സ്ഥാപനങ്ങൾ ഇന്ന് നിലവിൽ ഭാരതത്തിൽ വഖഫ് ബോർഡിൻ്റെ കീഴിലുണ്ട്. 9.4 ലക്ഷം ഏക്കറാണ് അവരുടെ കൈവശം ഇന്ന് നിലനിൽക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഓഡിറ്റ് കാലാകാലങ്ങളിൽ സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നില്ല. അത് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന വഖഫ് ബോർഡുകളാവട്ടെ, കേന്ദ്രതലത്തിൽ പ്രവർത്തിക്കുന്ന വഖഫ് കൗൺസിലാവട്ടെ, ഇവരുടെ സാമ്പത്തിക ക്രയവിക്രയ ഇടപാടുകൾ ഒരിക്കലും ഒരു സർക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു കാലത്ത് അവർ തയ്യാറാകുന്നില്ല. അത് 1954 മുതൽ 95 ആവട്ടെ, 2003 ആവട്ടെ, ഈ പറയുന്ന 2013 ആവട്ടെ, ഈ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 8 ആവട്ടെ, ഈ വളരെ സുപ്രധാനമായ 4-5 ഡേറ്റുകളാണ്. പക്ഷെ ഇനി മുതൽ എല്ലാ വർഷവും നിർബന്ധമായും ഓഡിറ്റ് സംവിധാനം അതാത് ഡിസ്ട്രിക്ട് കളക്ടർമാരുടെയും ചീഫ് സെക്രട്ടറിമാരുടെയും ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെ കീഴിലും ഈ പറയുന്ന ഓഡിറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓഡിറ്റ് നിർബന്ധമാകുമ്പോൾ ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേട്, വിദേശ ഫണ്ടുകൾ, ഇവിടെ പറയുന്നത് സർവീസ് ആൻഡ് സ്പിരിച്വാലിറ്റി, ഇവരുടെ ആരാധനാലയവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെക്കുറിച്ച് ഒരാളോട് പറഞ്ഞപ്പോൾ എന്നോട് അയാൾ പറയാണ്, അതിനിപ്പോൾ എന്താണ്, ഇവിടെ ദേവസ്വം ബോർഡിൽ നിങ്ങളൊരു മുസ്ലിമിനെ വച്ചാൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ? ഇവിടെ ഇതിനെയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്, ദേവസ്വം ബോർഡ് ആരാധനാലയവുമായി ബന്ധപ്പെട്ട ഒരു ബോർഡാണ്.
പക്ഷേ വഖഫ് ബോർഡ് ആരാധനാലയവുമായി ബന്ധപ്പെട്ടതല്ല. ആരാധനയുമായി അവിടെ ഹജ്ജ് കമ്മിറ്റികളുണ്ട് അല്ലേ, മഹല്ല് കമ്മിറ്റികളുണ്ട്. അവിടെ ആരാധനാലയവുമായി ബന്ധപ്പെട്ട് അവർക്ക് സ്വതന്ത്രമായിട്ട് മറ്റ് സംവിധാനങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ വഖഫ് ബോർഡിനെയും ഈ പറയുന്ന ദേവസ്വം ബോർഡിനെയും ഒരു മുഖത്തിൽ കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്നത്, അതിനെ ഉദാഹരിക്കാൻ ശ്രമിക്കുന്നത് അറിവില്ലാത്തത് കൊണ്ടാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. പക്ഷേ അത്തരത്തിലേക്ക് ഇന്ത്യയിൽ ചർച്ചകൾ കൊണ്ടുപോകുന്നതിൽ വിജയിക്കുന്നു എന്നുള്ളതാണ്. ഈ ഞാൻ സൂചിപ്പിച്ച എവിടെയെങ്കിലും ഇത് കേട്ടത് ഈ വിഷയത്തെക്കുറിച്ച് അനുകൂലിച്ചവരാണ്. പക്ഷെ ഇത് ഏറിൽ പോകുന്ന സമയത്ത് ഇത് പലരും കേൾക്കും. നിങ്ങൾ ഏത് മതവിശ്വാസിയാവട്ടെ, ഏത് രാഷ്ട്രീയ വിശ്വാസിയാവട്ടെ, ഭാരതത്തിലെ ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് ഈ പറഞ്ഞതിൽ എവിടെയെങ്കിലും ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശാനല്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇപ്പോഴും അതിശക്തമായി പറയുകയാണ്. പക്ഷെ ഇവിടെ എവിടെയെങ്കിലും ഒരു നിഷ്പക്ഷനായ വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ ഒബ്സർവേഷൻ പറയുകയാണ്, ഇവിടെ ഒരിടത്തും ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലോ ഒരു മതവികാരത്തെ അടിച്ചമർത്തുന്ന രീതിയിലോ ഉള്ള ഒരു സമീപനവും സ്വീകരിച്ചിട്ടില്ല. പിന്നെ മറ്റൊരു വസ്തുത, ഇത് ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണോ വഖഫ് ബോർഡ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ രാജ്യം എന്ന് വിളിക്കുന്ന ഈ സവിശേഷമായി മണ്ണിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഇത് പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലല്ല വഖഫ് ബോർഡ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ലോകത്തൊരിടത്തും ഒരു ഏകാധിപത്യ രാജ്യങ്ങളിൽ പോലും, അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യം ഇത് മാത്രമല്ലല്ലോ വാസ്തവത്തിൽ, ഒരിടത്തും നടക്കില്ല. ഇത് ശരീഅത്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വഖഫ് ബോർഡ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് ഈ ബോർഡിനെതിരെ ഒരു കടന്നാക്രമണവും ഒരു വ്യക്തിയും ഒരു സർക്കാരും ചെയ്യില്ല. ശരീഅത്ത് നിയമം. അതുകൊണ്ടാണ് ഈ പറയുന്ന ബോർഡിലേക്ക് 2 സ്ത്രീകളെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന നിയമം വന്നപ്പോൾ അത് വേണ്ട എന്ന് പറയാൻ കാരണം ശരീഅത്ത് നിയമം അനുസരിച്ച് സ്ത്രീക്ക് സ്വാഭാവികമായി പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ? ഞാൻ ഈ പറയുന്നതും ഒരിക്കലും ഇസ്ലാമിക വിരുദ്ധമല്ല. ഈ പറഞ്ഞതും ഇസ്ലാമിക വിരുദ്ധമായിരുന്നില്ല. ഇനി ആരെയൊക്കെ ഇത് ബാധിച്ചു എന്ന് ചിന്തിച്ച് പറയുന്നതോടെ അവസാനിപ്പിക്കാം. ഈ തൃച്ചിനാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്, തൃച്ചി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അവിടെ 1500 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമുണ്ട്, ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രവും അവിടെയുള്ള 3 വലിയ ഗ്രാമങ്ങളും ഈ പറയുന്ന വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തിരിക്കുകയാണ്, ഇത് ഞങ്ങളുടേതാണ് എന്ന്. ഇത് അന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് ഇത് ക്ലെയിം ചെയ്തപ്പോൾ അവിടെ സർവേ നടത്തിയിട്ടുണ്ടെങ്കിൽ ആരുടെ പണമായിരിക്കും? നമ്മുടെ പണമായിരിക്കും. ഇത് അവർക്കാണ് അന്തിമ തീരുമാനമെടുക്കാനുള്ള അവകാശം. അവിടെയുള്ള 3 വലിയ ഗ്രാമങ്ങളും 1500 വർഷം പഴക്കമുള്ള ക്ഷേത്രവും ഇന്ന് വഖഫ് ബോർഡിന്റെ ക്ലെയിമിൽ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇനി ഇവിടേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ചേറായി മുനമ്പ്, ഈ ചേറായി മുനമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് വേളാങ്കണ്ണി, അവിടെയുള്ള 600 കുടുംബങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശം, മത്സ്യത്തൊഴിലാളികളാണ്. അവരുടെ ഈ സ്ഥലം, ക്രിസ്ത്യൻ ഭൂരിപക്ഷ സമൂഹം ജീവിക്കുന്ന ഈ സ്ഥലത്ത് ഇതേ വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തിരിക്കുകയാണ്. ഇതേ വഖഫ് ബോർഡ് ക്ലെയിം, ഇനി 600 ക്രിസ്ത്യൻ കുടുംബമാണ് ജീവിക്കുന്നത്. അവര് തെരുവിൽ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇതെങ്ങനെ അറിയുന്നു? ഒരു ലോണുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു പട്ടയം പതിക്കാനോ മറ്റുമായി പോകുമ്പോഴാണ് ഈ വാസ്തവ നമുക്ക് മനസ്സിലാകുന്നത് ഇത് നമ്മുടേതല്ല, ഇതെപ്പോഴോ മറ്റവരുടെ കയ്യിലേക്ക് മാറിപ്പോയിരുന്നു. ഉദാഹരണത്തിന് രാജഗോപാൽ എന്ന് പറയുന്ന 70 വയസ്സായ ഒരാൾ ഈ തൃശ്ശിനാപ്പള്ളിയിൽ താമസിച്ച് അവർ 5-6 തലമുറകളായി അവിടെയാണ്, സമയമായി എന്ന് പേപ്പർ വന്നിരിക്കുകയാണ്. അപ്പോൾ അവരങ്ങനെ 5-6 തലമുറയായി അവിടെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം കരം തീർത്താൻ മകളുടെ കല്യാണത്തിനായി 70 വയസ്സായ ഈ രാജഗോപാൽ പോകുമ്പോഴാണ് അറിയുന്നത് ഈ തൻ്റെ വസ്തു തൻ്റേതല്ല, അതെപ്പോഴോ ആരുടെയൊക്കെ വസ്തുവിലേക്ക് സ്റ്റേ ചെയ്തിരിക്കുകയാണെന്ന വസ്തുത. അപ്പൊ ഇതേ അവസ്ഥ തന്നെയാണ് തൃശ്ശിനാപ്പള്ളി, ഈ വേളാങ്കണ്ണി, ഈ ചെറായി മുനമ്പിൽ സംഭവിച്ചിരിക്കുന്നത്. അവിടെ 600 മത്സ്യത്തൊഴിലാളികളുടെ കുടുംബം ഇന്ന് വഴിയാധാരമായി തെരുവിൽ നിൽക്കുകയാണ്. ഇത് 1902 മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരാൾ അവിടെയുള്ള തിരുവിതാംകൂർ രാജാവിന് കൊടുത്തിരുന്നു എന്നും
പിന്നീട് 1950 ഫാറൂഖ് കോളേജിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ കൊടുത്തിരുന്നുവെന്നും അവിടുത്തെ നിർമ്മാണത്തിന് 500 മീറ്റർ തീരദേശ പ്രദേശത്തു നിന്ന് ഉള്ളിലേക്കായാലേ അവിടെ നിർമ്മാണം നടത്താൻ സാധിക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് ആ നിർമ്മാണ പ്രവർത്തനം അവർ വിട്ടുവെന്നും ഇപ്പം അവിടെ താമസിക്കുന്ന 600 കുടുംബങ്ങൾ 1986 ശേഷം അവിടെ വസ്തു വാങ്ങി അവരുടെ സ്വന്തം ഭൂമിയായി വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വിഭാഗം ഇനി തെരുവിലിറങ്ങേണ്ട സാഹചര്യം. ഇനി ധീരുഭായ് അംബാനി എന്ന് പറയുന്ന വ്യക്തിയുടെ താമസിക്കുന്ന ബഹുനില കെട്ടിടം നമുക്കറിയാം. ആ ബഹുനില കെട്ടിടവും ആരുടേതായിരുന്നു എന്ന് ചോദിച്ചാൽ അതും വഖഫ് ബോർഡിൻ്റേതാണ് എന്ന ക്ലെയിം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഇങ്ങനെ പറയാൻ സാധിക്കാത്ത, നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത പലതും അവരുടേതാണെന്ന് അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നിടത്ത് അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന, അതിന് ഗുണകരമാകുന്ന 2 പ്രധാനപ്പെട്ട സെക്ഷനുകളായിരുന്നു നേരത്തെ പറഞ്ഞ സെക്ഷൻ 40, 2 ട്രിബ്യൂണലിൻ്റെ അധികാരം. ഈ 2 അധികാരം മാറ്റിയപ്പോൾ ഈ പകൽ കൊള്ള നടത്താൻ വഖഫ് ബോർഡിന് സാധിക്കുന്നില്ല എന്നതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ആസൂത്രിതമായി നടക്കുന്നത്. ഇത് ആമുഖമായി അവതരിപ്പിച്ചു. സമയം ചിലപ്പോൾ കൂടുതൽ എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇത്രയെങ്കിലും പറയാതെ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് വാക്ക് ചുരുക്കാൻ നിർവാഹമില്ല എന്നുള്ളത് കൊണ്ടാണ് ചർച്ചയിലും എല്ലാവരുടെയും ഒരു പങ്കാളിത്തം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ശ്രീ മഹേഷ് ജിക്ക് ഉപകാരം സമർപ്പിക്കുന്നതിന് വേണ്ടിയായി ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാനെ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ജനം TV ചീഫ് എഡിറ്റർ ശ്രീ പ്രദീപ് പിള്ള അവരുടെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അധ്യക്ഷൻ ശ്രീ ജെ ശരചന്ദ്രൻ നായർ, പ്രിയപ്പെട്ട സുരേഷ് ഏട്ടൻ, ഡോക്ടർ അമൽ സന്താനം, സനാതനം, ഞാൻ അല്പം മുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ എൻ്റെ നാട്ടുകാരനാണ്. രാജേഷ് പിള്ള, എൻ്റെ മുൻഗാമി ജനം TV-യിൽ, GM മഹേഷ് ജി, ശ്രീനിവാസൻ തമ്പുരാൻ, എനിക്കും ഉപഹാരം ഉണ്ടാവുന്നതായിരുന്നു. പിന്നെ പ്രിയപ്പെട്ട അരുൺ. ഇത് 2 കാര്യമുണ്ട്. ഒന്ന്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഗോപാൽജി കുറച്ച് ദിവസം മുമ്പ് സൂചിപ്പിച്ചിരുന്നു, ഞാൻ സമ്മതിച്ചു. 2, സുരേഷ് ഏട്ടൻ വിദ്യാർത്ഥിയെ പോലെ ഇരുന്ന് കേൾക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉള്ള കോൺഫിഡൻസ് പോയി. 3, എന്നാലും കുറച്ചൊക്കെ വാർത്തകളിൽ നിന്ന് നോക്കി വെച്ചിരുന്നത് മുഴുവൻ ഇപ്പോൾ GM മഹേഷ് ജി പറഞ്ഞ് തീർക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ എന്ത് വേണം എന്നാലോചിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ലോകം വാർത്തയായതുകൊണ്ട് വാർത്തകളിലൂടെ മാത്രം ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാനിത് ചർച്ചയ്ക്കായി വിട്ടുതരാം. അതിലൊരു ഭാഗം ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഏറെക്കുറെ വിശദമായി മഹേഷ് ജി പറഞ്ഞു. എങ്കിലും അതിനും അപ്പുറത്തേക്ക് കേവലം വാട്സാപ്പ് ഫോർവേഡോ സോഷ്യൽ മീഡിയ പോസ്റ്റോ അല്ല, ഒരു വലിയ പാതകം നടക്കാൻ പോകുന്നു എന്ന മട്ടിലുള്ള നിലവിളി കണ്ട് ദേശീയ മാധ്യമങ്ങൾ ഇതെന്താണെന്ന് ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച്, കൃത്യമായി പറഞ്ഞാൽ ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന എനിക്ക് ഗുരുസ്ഥാനീയനായ അർണബ് ഗോസ്വാമി, എന്നെക്കാൾ ചെറുപ്പമാണ്, പക്ഷേ അദ്ദേഹമായിരുന്നു ടെലിവിഷനിൽ എൻ്റെ ആദ്യത്തെ എഡിറ്റർ. അദ്ദേഹത്തിൻ്റെ ചാനലിൽ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തെക്കുറിച്ചുള്ള വാർത്ത കണ്ടു. നമ്മുടെ പാലക്കാട് ലേഖകൻ അരുൺ ആലത്തൂരിനെയും വീഡിയോ ജേർണലിസ്റ്റ് മനോപിനെയും രാഖിരാമനും അവിടേക്ക് വിട്ടു. ആ ഗ്രാമത്തിൽ ചെന്നു. അവിടെ നിന്ന് എന്തായാലും ദൈവം സഹായിച്ച് തമിഴ്നാട്ടിലെ ഒരു ചാനലും അങ്ങോട്ടേക്ക് പോയിട്ടില്ലായിരുന്നു. ആകെ റിപ്പബ്ലിക് മാത്രമാണ് വാർത്ത ചെയ്യുന്നത്. 1-2 ദേശീയ ഇംഗ്ലീഷ് പത്രങ്ങളിലും വാർത്ത വന്നിരുന്നു. അവിടെ ചെന്നു, നാട്ടുകാരുമായി സംസാരിച്ചു. അവിടെ നിന്ന് മണിക്കൂറുകളോളം ലൈവായിരുന്നു എന്ന് മാത്രമല്ല അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ പ്രോഗ്രാം ചെയ്തു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണ്, പക്ഷെ ഞങ്ങൾക്കത് നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. നമുക്കുകൂടി മനസ്സിലാവുന്ന
ലളിതമായ തമിഴിൽ അവരവരുടെ വേദന പങ്കുവച്ചു. ആ ഗ്രാമത്തിലുള്ളവർ, ആ ക്ഷേത്രത്തിലുള്ളവർ, ക്ഷേത്ര പൂജാരി, ഒരു 3 പഞ്ചായത്ത് ഞങ്ങളുടേതാണ്. അത് നേരത്തെ പറഞ്ഞ രാജഗോപാലിനെ അന്വേഷിച്ചു പോയി, അദ്ദേഹം മരിച്ചുപോയി. ആ ഭൂമി വിൽക്കാൻ കഴിയാതെ എങ്ങനെ വിവാഹം നടത്തിയെന്ന് എനിക്കറിയില്ല. മകളുടെ വിവാഹ ആവശ്യത്തിനായി സ്വന്തം പേരിലുണ്ടെന്ന് അദ്ദേഹം ധരിച്ചിരുന്ന പാരമ്പര്യമായി കിട്ടിയ സ്വത്ത് വിൽക്കാൻ ചെന്നപ്പോൾ രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് പറഞ്ഞതാണ്. വില്ലേജ് ഓഫീസർ മുതലുള്ള ഉദ്യോഗസ്ഥരെ സമീപിച്ചു, ആരും സംസാരിക്കില്ല. അവർ പരാതിപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ പരാതിപ്പെട്ടിരുന്നു. വില്ലേജ് ഓഫീസ് മുതൽ ജില്ലാ കളക്ടറുടെ ഓഫീസ് വരെ പരാതിപ്പെട്ടിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിചിത്രമായ നിയമം, ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. അവിടുത്തെ സർക്കാരിൻ്റെ പൂർണ്ണമായ പിന്തുണ. അവരങ്ങ് മൗനം പാലിച്ചു, വേറൊന്നും ചെയ്യണ്ടല്ലോ, അതിൽ ഇടപെടണ്ടല്ലോ. ആ പരാതി അവഗണിച്ചു. അതിനാണ് ഇപ്പോൾ മാറ്റം വന്നു. അപ്പോഴതാ കേൾക്കുന്നു കൊച്ചിയിൽ നിന്നൊരു നിലവിളി. അതാരാ? പാവപ്പെട്ട ലത്തീൻ കത്തോലിക്കർ. അപ്പോൾ നേരത്തെ സുരേഷിൻ്റെ പറഞ്ഞ പോലെ കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. എന്തായാലും BJPയുടെ കോർ വോട്ട് അത്രയൊന്നുമില്ല തൃശ്ശൂരിൽ. അപ്പോൾ BJPക്കാരോ ഹിന്ദുക്കളോ മാത്രമല്ല വോട്ട് ചെയ്തിരിക്കുന്നതും തിരിച്ചറിവ് വന്നു തുടങ്ങിയിരിക്കുന്നു. ആ സൂചന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ചില അലയൊലികളാണ് ആ പാർട്ടിയിലുമൊക്കെ കാണുന്നത്. പക്ഷേ ബംഗാൾ മോഡലിൽ ഒരു വോട്ട് ബാങ്ക് ഉറപ്പിക്കാം, 3ാം വട്ടവും വരാമെന്നുള്ള പ്രതീക്ഷ, അതായത് വെറും അധികാരത്തിന് വേണ്ടി ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഹിന്ദുക്കൾ അതവിടെ കിടന്നുകൊള്ളുന്നുണ്ട്. ആ വോട്ട് അവരെ ചുവന്ന കൊടി വീശി കാണിച്ചാൽ മതി, അവർ വോട്ട് ചെയ്യും. മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരുടെ സംരക്ഷകരായി മറ്റു വിഭാഗങ്ങളുടെ വോട്ടുകളും വാങ്ങാമെന്നുള്ള ധാരണയ്ക്ക് കോട്ടം തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാറ്റം കണ്ടിട്ടുണ്ട്. അല്പം മുൻപ് പലരായി പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവുക. മതേതരത്വം അതൊരു ഫാഷനായി മാറി. അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഉണ്ടാക്കിയെന്നും ഇന്ത്യ നമുക്ക് സമ്മാനിച്ചു എന്നും പറഞ്ഞു. അവർ വരുമ്പോഴത്തേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പേരിട്ടത് എങ്ങനെയെന്തെങ്കിലും ഈ പൗരന്മാർ ആലോചിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ പണ്ടുണ്ടായിരുന്നു എന്നും മനസ്സിലായേനെ. ഭാരതം എന്ന് ഉപയോഗിച്ചു തുടങ്ങി എന്നാണെന്ന് വായിക്കാനെങ്കിൽ ശ്രമിച്ചിരുന്നെങ്കിൽ മനസ്സിലായേനെ. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഇടത് ചിന്ത എന്നുള്ളതൊരു ഫാഷനായിരുന്ന കാലത്താണ് സ്വാതന്ത്ര്യം ലഭിച്ചതും ചരിത്രം ഔദ്യോഗികമായി എഴുതപ്പെടാൻ തുടങ്ങിയതും. അത് അങ്ങ് JNU മുതൽ ഒരുവിധം എല്ലാ സർവകലാശാലകളിലും ചരിത്രവുമായി ബന്ധപ്പെട്ട എല്ലാ ബോഡികളിലും വന്നിരുന്നവർ ഒരു പ്രത്യേക ചിന്താധാരയുള്ളവരായിരുന്നു. ചരിത്രം ഇപ്പോൾ കാവ്യവൽക്കരിക്കുന്നു എന്നാണ് ആക്ഷേപം. വിദ്യാഭ്യാസം കാവ്യവൽക്കരിക്കുന്നു എന്നാണ്. തെറ്റായ ചിലത് പൊളിച്ചെഴുതാൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ പ്രശ്നം നേരത്തെ ആദ്യം പ്രസംഗിച്ച അധ്യക്ഷൻ പറഞ്ഞത് തന്നെയാണ്. നമുക്കൊരിത്തിരി വിനയം കൂടുതലായിരുന്നു. ഇത് ആക്രമണമല്ല, സത്യം പറയാൻ, അല്ലെങ്കിൽ ഇതാണെന്ന് വിളിച്ചു പറയാൻ. അവിടെ മറ്റ് പരിഗണനകൾ വെച്ച്, അല്ലെങ്കിൽ മറ്റു പല വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ് പറഞ്ഞു വരുന്നത്. മറ്റു പല സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചൊന്നായി ഹിന്ദുക്കൾക്കെതിരെ നിൽക്കുന്നവർക്കെതിരെ നീങ്ങും എന്നൊരു പേടി. അതിന് വാളൊന്നും എടുക്കേണ്ടത്. അഭിപ്രായം പറയാനും ഒരുമിച്ച് നീങ്ങാനുമുള്ളൊരു മനസ്സുണ്ടായി കഴിഞ്ഞാൽ താനേ വരും, ആരും ഒന്നും പറയണ്ട. പക്ഷേ അതുണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാര്യം അത് വളരെ തുറന്നു തന്നെ ചർച്ച ചെയ്യണമല്ലോ. പക്ഷെ അത് ഇനിയും ഉണ്ടായില്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ പ്രതീക്ഷ ഈ KC വേണുഗോപാൽ തുടങ്ങി താഴോട്ടുള്ളവർ വെച്ചിരിക്കുന്നത് NDAയിൽ എല്ലാവരും ഒന്നും പിന്തുണയ്ക്കില്ലായിരിക്കാം, അതുകൊണ്ട് ഇത് പാസ്സാവില്ലായിരിക്കാം എന്നൊക്കെയാണ്. പിന്നെ ആ ഭേദഗതി എന്തായിരുന്നു എന്നുള്ളത് അത് കേവലം ഒരു മതേതരത്വത്തിൽ ഒതുങ്ങുന്നതല്ല. കൃത്യമായി സുരേഷ്ഠൻ പറഞ്ഞ പോലെ ഭരണഘടനാ വിരുദ്ധമായിരുന്നു. ഒരു പൗരന് എന്തൊക്കെ അവകാശങ്ങൾ മൗലികമായി ഭരണഘടന ഉറപ്പിച്ചു നൽകുന്നുവോ അതിൻ്റെ നഗ്നമായ ലംഘനം 29 വർഷം അതാരും തുറന്നു നോക്കിയില്ല. അത് തുറന്നു നോക്കാൻ അവിടെയാണ് അത് തുറന്നു നോക്കാനും ആ തെറ്റ് തിരുത്താനും തുനിഞ്ഞപ്പോഴാണ് ഈ വലിയ നിലവിളി ശബ്ദം ഉയരുന്നത്. അങ്ങ് റാഫ എന്ന് വിളിച്ചു പോലെയുള്ളൊരു നിലവിളി. ഇതിൽ എന്ത് ന്യൂനപക്ഷ സംരക്ഷണമാണ് ഇവർ നടത്തുന്നത് എന്നുള്ളതാണ്. അധികാരം പിടിച്ചെടുത്തിരിക്കുന്ന ഒരു കൂട്ടർക്ക് ഇഷ്ടം പോലെ സ്വത്ത് പിടിച്ചു വെച്ചിട്ട് അത് അനുഭവിക്കാൻ, അതിലോ
അതിൽ എത്ര വിഭാഗങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നു എന്നിവർ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാവട്ടെ. മുസ്ലിങ്ങളുടെ എത്ര വിഭാഗങ്ങൾക്ക്? ഒരു വിഭാഗത്തിന് മാത്രം, അതിലെ തന്നെ അധികാര സ്ഥാനത്തുള്ളവർക്ക് മാത്രം കിട്ടും. എന്തായാലും ഇത് വളരെ വിശദമായി മഹേഷ് പറഞ്ഞതുകൊണ്ട് എന്തായിരുന്നു ആ 95-ലെ ഭേദഗതി, എന്തിനായിരുന്നു ആ ഭേദഗതി, ഇപ്പോൾ കൊണ്ടുവന്ന ചങ്കുറ്റത്തോടു കൂടി കൊണ്ടുവന്ന ഭേദഗതി ആർട്ടിക്കിൾ 370-യുമായും CAA-യുമായും ഒക്കെ താരതമ്യം ചെയ്യാവുന്ന ഒരു സംഗതി അടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇതാണ് മതേതരത്വം, ഇതാണ് വ്യക്തി സംരക്ഷണം, ഇതാണ് ഭരണഘടനാ സംരക്ഷണം. അതിൽ നിലവിളിച്ചിട്ടും ഓരിയിട്ടിട്ടും കാര്യമില്ല. നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത് ഇത്തരം ചർച്ചകൾ പോലും വേണ്ടത്ര നടക്കുന്നില്ല. സത്യങ്ങൾ വിളിച്ചു പറയാൻ ഇന്നും നമുക്ക് മറ്റേ ഒരു സെക്യുലറിസം കണ്ണാടി വേണം. അങ്ങനെയാണെങ്കിൽ ആദ്യം ചർച്ച ചെയ്യേണ്ടത് എന്താണ് മതേതരത്വം എന്നുള്ളതാണ്. മതേതരത്വം എന്നുള്ളത് ഹിന്ദുവിനെ ഭത്സിക്കുന്നതും ന്യൂനപക്ഷങ്ങളെ, അതിൽ തന്നെ ഒരു വിഭാഗത്തെ മാത്രം അന്യായമായി അനാവശ്യമായി പൊക്കിക്കൊണ്ട് നടക്കുന്നതുമാണോ മതേതരത്വം? എന്താണ് മതേതരത്വ സങ്കല്പം? അതോ മതനിരാസമാണോ മതേതരത്വം? തുറന്ന ചർച്ച കേട്ട് സമ്മതിക്കട്ടെ, ഈ പറയുന്നവരെക്കാൾ എത്രയോ വലിയ മതേതരവാദിയായിരുന്നു മുഹമ്മദ് അലി ജിന്ന. അന്ന് മുന്നറിയിപ്പ് കൊടുത്തു, ഖിലാഫത്തിന്റെ തോളിൽ കയറി ഓടരുത്, ഭസ്മാസുരനാകും, നിങ്ങൾ ഇതിൽ പെട്ടുപോകുമെന്ന് അന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നെ അതിൻ്റെ വക്താവായി മാറിയത് വേറെ ഒരു തരത്തിലും പ്രധാനമന്ത്രി പദം കിട്ടില്ല. അദ്ദേഹം ഈ പറയുന്ന ഇവരുടെ ഒരു ചട്ടക്കൂടിലും ഒതുങ്ങുന്ന മുസ്ലിം അല്ലായിരുന്നു. പന്നിയിറച്ചി കഴിക്കുന്ന, സായിപ്പിനേക്കാൾ വലിയ സായിപ്പിന്റെ ജീവിതശൈലി ഉണ്ടായിരുന്ന ഒരു ഒന്നാന്തരം സുഖിമാനായിരുന്നു അദ്ദേഹം. ആ അദ്ദേഹം നോക്കിയപ്പോൾ പിന്നെ ഏക മാർഗം നെഹ്റു ഗാന്ധി കോമ്പിനേഷൻ ഇവിടെ ഉറപ്പിച്ചപ്പോൾ എന്നാൽ പിന്നെ മറ്റേ സൈഡ് പിടിച്ചേക്കാം. തികഞ്ഞ അവസരവാദി സമീപനം അധികാരത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു. എന്ത് ആയുധമാണോ ഇപ്പുറത്ത് ഉപയോഗിച്ചത് അത് തന്നെ അദ്ദേഹം ആയുധമാക്കി. ഇന്ത്യ അല്ലെങ്കിൽ പാകിസ്ഥാൻ, അവിടെ പോയി പ്രധാനമന്ത്രിയായി, ആ വഴി അങ്ങ് പോയി. അപ്പോൾ അതൊരു ഭാഗം. ഇത് വിശദമായി ചർച്ച ചെയ്തു. 2, നേരത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം പറഞ്ഞു. സുരേഷ് എന്നോട് ഞാൻ വിയോജിക്കട്ടെ, അത് ട്രോൾ മെറ്റീരിയലുമല്ല, അയാൾ മണ്ടനുമല്ല. അയാളുടെ ഒപ്പം നടന്നവരാരെന്ന് ഓർക്കണം, അയാൾക്കൊപ്പം സമയം ചെലവഴിക്കുന്ന ആരൊക്കെയെന്ന് ആലോചിക്കണം. അയാൾ വിദേശത്ത് പോകുമ്പോൾ ആർക്കൊക്കെ ഒപ്പമാണ് സമയം ചെലവഴിക്കുന്നത് ആലോചിക്കണം. ഒരിക്കലുമല്ല അയാൾ തികഞ്ഞ അപകടകാരിയാണ്. ആരൊക്കെയാണ് അയാളെ ഫണ്ട് ചെയ്യുന്നത്, ആർക്കൊക്കെ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് US-ലെ പത്രം എഴുതിയില്ല, ഈസ് എൻ ഇന്ത്യൻ ഓർ എ പാകിസ്ഥാനി എന്ന്. നമ്മളല്ലല്ലോ. പിന്നെ ഇത്തരം വാർത്തകൾ ആദ്യം പ്രത്യക്ഷപ്പെട്ട പിന്നൊരു വളരെ ഭയങ്കര ഒരു കണ്ടെത്തൽ അദ്ദേഹം നടത്തിയ ഒരു അഭിമുഖത്തിൽ, അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ ജന്മഭൂമിയിൽ വന്നതല്ല, ജനൻ TV-യിൽ വന്നതല്ല, ആദ്യം ഓർഗനൈസറിലും പാഞ്ചന്യയിലും അല്ല വന്നത്, എക്കണോമിക് ടൈംസിൽ വന്നതാണ്. 2 വാർത്തയും അദ്ദേഹം പറഞ്ഞതിൻ്റെ വ്യാജ സാധനം ഇതാ. പടിഞ്ഞാറ് ഇന്ത്യയും പടിഞ്ഞാറൻ രാജ്യങ്ങളും തൊഴിലില്ലായ്മ, അതിഭീകരമായ തൊഴിലില്ലായ്മ അഭിമുഖീകരിക്കുന്നു. അതിന് കാരണം എന്താണ്? നിർമ്മാണ മേഖല ഒന്നായി ചൈനയിലേക്ക് നീങ്ങുന്നു, ചൈന കുതിക്കുന്നു. ഏത് നാട്ടിൽ നിന്നാണ്, ആരോടാണ് ഇയാൾ ഇത് പറയുന്നതെന്ന് ആലോചിക്കണം. ഫാക്ട് ഇതിനു മുമ്പ് എക്കണോമിക് ടൈംസിൽ വന്നിട്ടുണ്ട്. ചൈന അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. ചൈനയിൽ നിന്ന് $2430 കോടി വിദേശ നിക്ഷേപം വലിച്ചുകൊണ്ട് പടിഞ്ഞാറൻ രാഷ്ട്രങ്ങൾ തലയൂരുകയാണ്. ചൈന ജപ്പാൻ 91 മുതൽ 2001 വരെ നേരിട്ട പോലെയുള്ള ദ ലാസ്റ്റ് ഡെക്കേഡ് എന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പതിറ്റാണ്ടെങ്കിലും പിന്നിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. ചൈന നേരിടാൻ പോകുന്നത് അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തൊഴിൽ പ്രതിസന്ധിയാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഫാക്ടറികൾ അടച്ചിടേണ്ടി വരും. ആ സാഹചര്യത്തിൽ 5.1 എന്ന് പ്രവചിക്കപ്പെട്ട അവരുടെ വളർച്ചാ നിരക്ക് തിരുത്തി രാജ്യാന്തര ഏജൻസികൾ 4.7 ആക്കി. 2024 ആദ്യ പാദത്തിൻ്റെ കണക്കാണ് ഈ പറയുന്നത്. കണക്കുകൾ ഇക്കണോമിക് ടൈംസ് എന്ന് പറയുന്ന പത്രം അതിൻ്റെ വാർത്തയാണ്. തീർന്നില്ല, അത് 4.5 താഴും. മറിച്ച് 6.7 എന്ന വളർച്ച പ്രവചിച്ചിരുന്ന ഭാരതം 7 നീങ്ങുന്നു. ഈ കണക്കുകൾ മുന്നിലുള്ളപ്പോൾ
പബ്ലിക് സ്പേസിലുള്ളപ്പോൾ, ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടിയാലുള്ളപ്പോഴാണ് ഇയാൾ വിദേശത്ത് പോയിട്ട് അഭിമുഖത്തിൽ പറയുന്നത് ഭാരതവും പടിഞ്ഞാറും വലിയ പ്രതിസന്ധി നേരിടുന്നു, നിർമ്മാണ മേഖല മുഴുവൻ ചൈനയിലേക്ക് പോകുന്നുവെന്ന്. അയാൾ മണ്ടനാണ് സുരേഷ് ഏട്ടാ? അല്ല, അയാൾ നല്ല ഒന്നാന്തരം സ്പോൺസേർഡ് ശത്രുവാണ്. പിന്നെന്തൊക്കെ പറഞ്ഞു? വിഘടനവാദ ചിന്താധാരകൾ. ഞാനതാണ് ഗോപാൽജിയോടൊന്ന് ചോദിച്ചത്, ചർച്ച വഖഫിലേക്ക് ഒതുങ്ങുകയാണോ എന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ ഒരു സംശയം തീർക്കാൻ പോയതാണ്. ഗോപാൽജി ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചു, പിന്നെയാണ് പറഞ്ഞത് പേരൊക്കെ വെട്ടി ശരത്ചന്ദ്രൻ നായർ സാറിനെ വേദിയിലിരുത്തിയിട്ട് അദ്ദേഹം പിന്നിൽ പോയി. ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പിന്നിലുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും പറഞ്ഞു ഇല്ല. എന്താണ്? രാഷ്ട്രവിരുദ്ധ ചിന്താധാര. തീർന്നോ ഇതുകൊണ്ട്? അയാൾ എന്തൊക്കെയാണ് വെളിയിൽ പോയി അഭിമുഖത്തിൽ പറഞ്ഞത്? ഇവിടെ ഹിന്ദി വേഴ്സസ് മറ്റ് ഭാഷകൾ തമ്മിൽ വലിയ യുദ്ധം നടക്കുന്നു. സിഖുകാർക്ക് കിർപ്പാണ്, തലപ്പാവും ധരിച്ച് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ഏത് നാട്ടിൽ നിന്നാണ് എന്ന് ആലോചിക്കണം. പ്രധാനമന്ത്രിയുടെ വസതിക്കുള്ളിലേക്ക് കിർപ്പാണും തലപ്പാവും ധരിച്ച് ഏറ്റവും ഉന്നതരായ സിഖ് മത നേതാക്കൾ നടന്നു ചെന്ന ചിത്രവും ദൃശ്യവും ഉള്ള നാട്ടിൽ നിന്ന് പോയിട്ടാണ് അയാൾ ഈ നുണ വിളമ്പുന്നത്. ആരെക്കുറിച്ചാണ് ഇയാൾ കരയുന്നത്? പണ്ട് ജിന്ന പറഞ്ഞ പോലെ ഒരു ഭസ്മാസുരനെ സൃഷ്ടിച്ച അമ്മുമ്മയുടെ കൊച്ചുമകൻ. ഞാനൊക്കെ ചെറുപ്പത്തിൽ പത്രം വായിച്ചു തുടങ്ങുമ്പോൾ വലിയ ഹീറോയിൻ ആയിരുന്നു കേട്ടോ. ഏക പുരുഷ പ്രധാനമന്ത്രി ഭാരതത്തിലെ എന്നുള്ള രീതിയിൽ. എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അവരുടെ അന്ത്യം? ആരായിരുന്നു അവരുടെ അസാസിനേഷൻ അല്ലെങ്കിൽ വധത്തിന് പിന്നിൽ? ആരായിരുന്നു ഭിന്ദ്രൻവാല? എന്തായിരുന്നു ശ്രീലങ്കയിൽ സംഭവിച്ചത്? ആരായിരുന്നു പുലി പ്രഭാകരൻ? എന്തായിരുന്നു ആസാമിൽ സംഭവിച്ചത്? ഇതിനെയൊക്കെ വളർത്തിയത് ആരാണ്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്തിനു വേണ്ടി ഭിന്ദ്രൻവാലയെ സൃഷ്ടിച്ചു? ഒടുവിൽ ഭിന്ദ്രൻവാലയെ പിടിച്ചു കെട്ടാനാവില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പട്ടാളത്തെ ഇറക്കി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന പേരിൽ സുവർണ ക്ഷേത്രത്തിൽ കയറി. നിവൃത്തിയില്ലായിരുന്നു. കാര്യം വളർത്തി അയാൾ നന്നായി വളർന്നു. അയാൾ തീവ്രവാദികളെ കൊണ്ട് അവിടെ ഒളിപ്പിച്ചു. ശരി തന്നെയാണ്. അത് ആയുധ ശേഖരത്തിനുള്ള, അതിന്റെ പവിത്രത നശിപ്പിച്ചുകൊണ്ട് ആയുധ ശേഖരത്തിനുള്ള ഇടമാക്കി സുവർണക്ഷേത്രം മാറ്റി. അങ്ങനെയല്ലേ അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തേണ്ടി വന്നത്? പക്ഷേ വിശ്വാസം അതിനൊക്കെ ഏറ്റവും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന അവരുടെ അംഗരക്ഷകർ തന്നെ അവരുടെ രക്ഷയ്ക്കായി അവരുടെ കയ്യിൽ ഏൽപ്പിച്ച യന്ത്രത്തോക്ക് ഉപയോഗിച്ച് തുരുതുരെ വെടിവെച്ചു. അന്ന് മുഴുവൻ എയിംസിൽ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനായി മാത്രം അവരെ ചികിത്സിച്ചു, അല്ലെങ്കിൽ സർജറി നടത്തി രക്ഷിക്കാൻ ശ്രമിച്ചു. ശരി, അതിനുശേഷം എന്താണ് ഉണ്ടായത്? സിഖ് മത പ്രേമം പറയുന്ന ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന അന്നത്തെ യുവ തുർക്കി നേതാക്കളും കൂടി എന്താണ് ചെയ്തത്? 2 സിഖുകാർ പ്രധാനമന്ത്രിയെ വധിച്ചു. പിന്നെ കണ്ടത് എന്തായിരുന്നു? നാടുനീളെ സിഖുകാരെ വേട്ടയാടി അവരുടെ ഈ പറയുന്ന ഇയാൾ നിലവിളിക്കുന്ന തലപ്പാവിൽ മണ്ണെണ്ണയും പെട്രോളും ഒഴിച്ച് അവരെ ജീവനോടെ ചുട്ടെരിച്ച പാർട്ടിയുടെ ഇന്നത്തെ നേതാവ്. ആ വിചാരണയും ആ നടപടിയും എന്നാണ് സജീവമായത്? ആ അന്വേഷണം എന്നാണ് ശരിയായ ദിശയിൽ നീങ്ങിയത്? എന്നാണ് യുവതുർക്കികൾ ജാമ്യമില്ലാതെ ജയിലിലായത്? അപ്പോൾ ഇദ്ദേഹം തന്നെ ഇത് പറയണം. ഭാഷയുടെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ജാതി മത ചിഹ്നങ്ങളുടെ പേരിൽ ഇവിടെ വലിയ പ്രശ്നമാണെന്ന് അയാൾ വിദേശത്ത് പോയിരുന്ന് അറിയാവുന്ന ഇംഗ്ലീഷിൽ അയാൾ അഭിമുഖങ്ങൾ കൊടുക്കുന്നു. ഇത് വിഘടനവാദം അല്ലെങ്കിൽ എന്താണ് വിഘടനവാദം? ഇതും ഖലിസ്ഥാൻ വാദവും തമ്മിൽ എന്താണ് വ്യത്യാസം? ഖലിസ്ഥാൻ വാദികൾക്ക് ഇയാളുമായി എന്താണ് ഏർപ്പാട്? അപ്പോൾ ഇയാളെ സ്പോൺസർ ചെയ്യുന്നത് ആരാണ്? ഇനി എവിടെ പോയിട്ടാണ്? യു എസിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. ശരിയാണ്, ഡൊണാൾഡ് ട്രംപ് പരസ്യമായി മോദിജിയുടെ വരവിനെ സ്വാഗതം ചെയ്ത് ഇന്നതാ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വ്യാപാര കാര്യത്തിൽ ഭാരതം ഞങ്ങളോട് ചെയ്യുന്നത് നെറുകേടാണ് എന്നും അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ന് യുക്രൈനിലും റഷ്യയിലും എന്തുകൊണ്ട് റഷ്യ യുക്രൈനും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക, കാരണം ധാരാളം പേർ സംസാരിക്കാനുണ്ട്, ചർച്ചയുണ്ടെന്ന് പറയുന്നു. എന്താണ്? കുറച്ചു മുമ്പ് പോയി വ്ലാദിമിർ പുടിനെ കെട്ടിപ്പിടിച്ചപ്പോൾ സെലൻസ്കി പരാതി പറഞ്ഞു. ആരെയാണ്? ഒരു കൊലയാളിയെ കെട്ടിപ്പിടിച്ചു വന്ന്. ഇപ്പോൾ ചെന്ന് സെലൻസ്കിയെ കെട്ടിപ്പിടിച്ചിട്ട് അയാളെ തട്ടി ആശ്വസിപ്പിച്ചപ്പോൾ അയാളത്ത് പറയുന്നു, ഇവിടെ സമാധാനം വരണമെങ്കിൽ, ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഭാരതം ഇടപെടണം, പ്രധാനമന്ത്രി മോദിയുടെ മധ്യസ്ഥത വേണം, അടുത്ത രാജ്യാന്തര സമാധാന സമ്മേളനം ഭാരതത്തിൽ നടക്കണം എന്ന് ഉച്ചകോടി. അത്രയും എത്തി. ഇത് ഒട്ടും ദഹിക്കാത്തത് ആർക്കാണ്?
കാലാകാലങ്ങളായി ലോക പോലീസ് ചമയുന്നവർക്കും കാലാകാലങ്ങളായി ലോകത്തെ നയിക്കുന്നുവെന്ന് സ്വയം ധരിക്കുന്നവരുമായ US-നും യൂറോപ്പിനും അടക്കമുള്ളവർക്ക് ഇത് ദഹിക്കില്ല. സാമ്പത്തിക ശക്തിയായി വളരുന്നു, അതിനൊപ്പം ജിയോ പൊളിറ്റിക്സിൽ നിർണായക റോള് വഹിക്കുന്ന രാഷ്ട്രമായി ഭാരതം മാറുന്നതിനെ ഇപ്പോഴുള്ള ഭരണാധികാരികൾ അംഗീകരിച്ചാലും അത് അവിടുത്തെ ഡീപ് സ്റ്റേറ്റ് അറിയാത്തത് കൊണ്ടാണ്. അവിടെ എപ്പോഴും അധികാരം അന്നിരിക്കുന്ന പ്രസിഡന്റിലോ കോൺഗ്രസിലോ അല്ല, കാലാകാലങ്ങളായി അവിടുത്തെ അധികാരം നിർണയിക്കുന്ന വലിയൊരു ലോബിയുണ്ട്. അവരെന്തും ചെയ്യും. ഇവിടെ യഥാർത്ഥ മിത്രമായി കാണാൻ കഴിയുന്നത് ഇസ്രായേലിനെ മാത്രമാണ്. ഒരാവശ്യം വന്നാൽ കൂടെ നിൽക്കുന്നവനാണ് സുഹൃത്ത്. അവസരം നോക്കി അവസരവാദപരമായി പെരുമാറുന്നവനല്ല സുഹൃത്ത്. അപ്പോൾ ഒരു ആവശ്യം വന്നാൽ ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായി ഉറപ്പിച്ച് അതൊക്കെ അറിഞ്ഞിട്ട് വേണം ഗാസ എന്ന് നിലവിളിക്കാൻ. അപ്പോൾ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്ന. കാര്യം പ്രസംഗിക്കാൻ ധാരാളം ആൾക്കാരുണ്ട്, ചർച്ച ബാക്കിയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ശ്രീ പ്രദീപ് പിള്ള അവർക്ക് ഉപകാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാനെ ക്ഷണിക്കുന്നു. ഉപകാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ശ്രീ പ്രദീപ് പിള്ളയെ ക്ഷണിക്കുന്നു. അടുത്തതായി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ളത് തത്വമയി ടെലിവിഷൻ CEO ശ്രീ രാജേഷ് പിള്ള അവരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ജെ ശരത്ചന്ദ്രൻ നായർ, ഇന്നത്തെ ഉദ്ഘാടകനായ പ്രിയ അനുജൻ BJP നേതാവ് അഡ്വക്കേറ്റ് S. സുരേഷ്, ഇവിടെ സംസാരിച്ച പ്രിയ സുഹൃത്ത് GM മഹേഷ്, അതേപോലെ ശ്രീ പ്രദീപ് പിള്ള, വേദിയിലുള്ള ശ്രീ ശ്രീനിവാസൻ തമ്പുരാൻ, അതേപോലെ സ്വാഗതം പറഞ്ഞ ഡോക്ടർ അമൽ, ശ്രീവരാഹം വിജയൻ, ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാ ബഹുമാന്യ സുഹൃത്തുക്കൾക്കും, അതേപോലെ ഈ പരിപാടിയുടെ ജീവാത്മാവും പരമാത്മാവുമായ ഗോപാൽജിക്കും എൻ്റെ സാദര നമസ്കാരം. ഇപ്പോൾ ഈ പരിപാടിയിൽ മൂന്നാമത് സംസാരിച്ച പ്രദീപ് പറഞ്ഞു മറ്റെല്ലാവരും എല്ലാം സംസാരിച്ചു, എനിക്കെന്ത് പറയാനാണെന്ന്. അതുകൊണ്ട് ഇപ്പോൾ പ്രദീപിനെക്കാട്ടി പരിതാപകരമായ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. മാത്രമല്ല, മഹേഷ് പറഞ്ഞ ഒരു ടൈം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇനിയും കൃത്യം 3 മിനിറ്റ് മാത്രമാണ് ഈ പരിപാടി അവസാനിക്കാനുള്ളത്. അപ്പോൾ അതിനുള്ളിൽ പറയാവുന്ന 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതിനുശേഷം ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്കതും ചർച്ച ചെയ്യാമല്ലോ. ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് പറയാനുള്ളത്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് താത്വികമായി അത് നിലവിൽ വന്ന, ഇനി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടുണ്ട്, അത് താത്വികമായി നിലവിൽ വന്ന ഒരു ദിവസമാണിന്ന്. ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ, രാജ്യത്തെ ജനാധിപത്യ സംസ്കാരത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇത്രയും കാലം മനഃപൂർവ്വം മാറ്റിവെച്ച വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് BJP സർക്കാർ എടുത്തിരിക്കുന്നത്. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 10 വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഒരു ദശാബ്ദത്തിന് ശേഷം ഇന്ന് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളുടെ കഥയൊക്കെ നമുക്കറിയാം. ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ നിവർത്തിയില്ല. ഒരു ബൂത്തിൽ തന്നെ 2-3 പേർ വന്ന് വോട്ട് ചെയ്താൽ പോലും ആ ബൂത്തിലെ ഉദ്യോഗസ്ഥന്മാർ ആ ദിവസം മുഴുവൻ ഇരിക്കുന്നത്, എത്ര സെക്യൂരിറ്റി ഉണ്ടെങ്കിലും എപ്പോഴാണ് തീവ്രവാദികൾ കടന്നു വരുന്നത് എന്നാലോചിച്ചാണ്. അപ്പോൾ അത്തരത്തിൽ ഭീതിയുടെ അന്തരീക്ഷത്തിൽ പേരിന് വേണ്ടി തെരഞ്ഞെടുപ്പ് നടന്ന ഒരു സംസ്ഥാനത്ത് 10 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു. 58% പോളിംഗ് ആണ് ഈ 5 മണി വരെ രേഖപ്പെടുത്തിയതെന്നാണ് വാർത്തകൾ പറയുന്നത്. അത് ഇനിയും ഉയരും. 50% എത്തിയാൽ പോലും അത് വിജയമാണ് എന്ന് പറയേണ്ട ഒരു സംസ്ഥാനത്ത് 58.19 എന്നോ മറ്റോ ആണ് പറഞ്ഞത് 5 മണിക്ക്. അത് ഇനിയും ഉയരും. 60% എത്തിയാൽ അതൊരു വലിയ വിജയമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, എന്തായാലും ഈ 2 കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയേണ്ടത്, അല്ലെങ്കിൽ അഭിനന്ദിക്കേണ്ടത് BJPയുടെ മോദി സർക്കാരിനെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി ഇന്നത്തെ ഈ വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ ഹിന്ദു ധർമ്മപരിഷത്തിന് അടുത്ത
യോഗത്തിന് എടുക്കാവുന്ന ഒരു വിഷയമാണ് അറിഞ്ഞോ അറിയാതെയോ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ആ വിഷയം അടുത്ത പ്രാവശ്യം ചർച്ചയ്ക്ക് എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഈ ഒരു വഖഫ് ബോർഡിൻ്റെ വിഷയം എടുത്തു കഴിഞ്ഞാൽ ഈ കാര്യത്തിലും തീർച്ചയായിട്ടും മോദി സർക്കാരിനെയും BJPയെയും നമ്മൾ ഒരു രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ ആ അഭിനന്ദനം ഈ വഖഫ് ബോർഡ് നിയമ ഭേദഗതിയുടെ പേരിലല്ല. യഥാർത്ഥത്തിൽ എനിക്കങ്ങേയറ്റം പ്രാധാന്യം തോന്നുന്നത് വളരെ വ്യവസ്ഥാപിതമായ ഒരു രീതിയിൽ, വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി, വളരെ സിസ്റ്റമാറ്റിക്കായി ഈ രാജ്യത്ത് അധികൃതരുടെ സഹായത്തോടുകൂടി ദശാബ്ദങ്ങളായി നടന്ന ഒരു നെറികേട്, ഒരു കൂട്ടുകച്ചവടം, ഒരു കവർച്ച ചെയ്ത മുതൽ കുറച്ച് ആൾക്കാർ ചേർന്ന് കൂട്ടുകച്ചവടം നടത്തുന്ന ഈ വഖഫ് എന്ന് പറയുന്ന ഈ ഇടപാടിനെക്കുറിച്ച് അത് ജനങ്ങളുടെ മധ്യത്തിൽ, പൊതുമധ്യത്തിൽ ഈ നിയമ ഭേദഗതിയുടെ മുമ്പിൽ എത്തിച്ചു എന്നുള്ളതാണ്. ഈ രാജ്യത്ത് മാധ്യമപ്രവർത്തകരുണ്ട്, ഈ രാജ്യത്ത് പ്രൊഫഷണൽസ് ഉണ്ട്, ഈ രാജ്യത്ത് സാമൂഹ്യ പ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. നമ്മളിൽ എത്ര പേർ ഈ നിയമത്തിൻ്റെ ഭേദഗതി വരുന്നതിന് മുമ്പ് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്? പബ്ലിക് അവയർനെസ് വാസ് വെരി ലെസ് റിഗാർഡിങ് ദിസ്. പക്ഷേ ഇതൊരു ഭീകരമായ അധിനിവേശമാണ്. അധിനിവേശങ്ങളുടെ കാലമാണിത്. ആന്തരികമായും ബാഹ്യമായും ഭാരതം എന്ന രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ, ഇവിടുത്തെ സ്വസ്ഥത നശിപ്പിക്കാൻ, നമ്മളുടെ ജനാധിപത്യത്തെയും നമ്മളുടെ ഇൻറ്റഗ്രിറ്റിയെയും ഇല്ലാതാക്കാൻ, അതിൻ്റെ അടിവേരുകൾ അറക്കാൻ വേണ്ടിയിട്ട് വലിയ തോതിൽ ശ്രമങ്ങൾ നടക്കുകയാണ്. ഇവിടെ പലരും ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ പ്രസംഗത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വിദേശത്തെ ഇടപെടലിനെക്കുറിച്ചും ഒക്കെ ശ്രീ സുരേഷ് ഉൾപ്പെടെ പലരും പറഞ്ഞു. ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിലൊക്കെ ഭീകരമായി കഴിഞ്ഞ ഇത്രയും ദശാബ്ദങ്ങളായി, സ്വാതന്ത്ര്യം തൊട്ടിങ്ങോട്ട് ഇത്രയും ദശാബ്ദങ്ങളായി നടന്ന വളരെ ഭീകരമായ ഒരു അധിനിവേശ പ്രവർത്തനത്തെ ചിറകെട്ടി സംരക്ഷിച്ച BJP സർക്കാരിന് നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദനം അവരർഹിക്കുന്നു. അത് നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കേണ്ടതാണ്. ഈ വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മതവിഷയമേ അല്ല. ഈ കാര്യത്തിൽ ആരെങ്കിലും ഇവിടെ പറഞ്ഞോന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കേട്ടില്ല. ഈ വഖഫ് ബോർഡിൻ്റെ ഭൂമിയെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ പറഞ്ഞു. ആ ഭൂമിയുടെ ആസ്തി എന്ന് പറയുന്നത് തന്നെ 1,00,000 കോടി രൂപയുടെ ആ വർത്താണ് അതിനുള്ളത്. വില മതിക്കുന്ന ഭൂമിയാണ് ഈ വഖഫ് ബോർഡിൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. 45ഓളം രാജ്യങ്ങളുടെ വിസ്തൃതിയേക്കാൾ കൂടുതൽ ഭൂമി ഇവരുടെ കയ്യിലുണ്ട്. അത് ചെറിയ രാജ്യങ്ങളൊന്നുമല്ല. ചെറിയ രാജ്യങ്ങളുണ്ട്, സിംഗപ്പൂര്, ഹോങ്കോങ്, അല്ലെങ്കിൽ മൗറീഷ്യസ്, ഇതുപോലെയുള്ള രാജ്യങ്ങളുണ്ട്. പക്ഷേ അതിനേക്കാൾ ഫിൻലൻഡ്, ഡെൻമാർക്ക് പോലെയുള്ള രാജ്യങ്ങളെക്കാൾ വിസ്തൃതിയുണ്ട് ഇവരുടെ ഈ ഭൂമിക്ക്. ഈ ഭൂമി കൈകാര്യം ചെയ്യുന്ന ആരാണ്? വെറും 200ഓളം ആൾക്കാരാണ്. 200ഓളം പേരിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഈ ഭൂമി, ഈ വഖഫ് ബോർഡിൻ്റെ നിയന്ത്രണം മുഴുവൻ. അതിന് നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ ട്രിബ്യൂണലുണ്ട്, അതിന് വ്യവസ്ഥയുണ്ട്. ആരെങ്കിലും നാളെ പറയുകയാണ് ഇത് എൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അവരുടെ കയ്യിലേക്ക് പോകും. 3 മാസത്തിനുള്ളിൽ ഒഴിഞ്ഞു കൊടുക്കണം എന്നാണ് നിയമം. നമുക്ക് കോടതിയില്ല നമ്മളെ സംരക്ഷിക്കാൻ, നിയമവ്യവസ്ഥയില്ല, പോലീസില്ല, ആരുമില്ല. ഒരു ഡെമോക്രസിൻ്റെ വാള് പോലെ നമ്മളുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നിന്നാടിയ ഒരു നിയമമാണ് വഖഫ് ബോർഡ്. അതിൻ്റെ പല്ലും നഖവും എടുത്ത് കളയുക, അത് സാധാരണക്കാരായ ഇവിടുത്തെ ജനങ്ങളുടെ മൗലിക അവകാശം, അവരുടെ ജീവനും സ്വത്തിനും മേലുള്ള മൗലിക അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഭേദഗതി അങ്ങേയറ്റം ശ്ലാഘനീയമാണ് എന്ന് എടുത്തു പറയാതെ വയ്യ. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഞാൻ പഠിച്ചപ്പോൾ ഞാൻ അതിൻ്റെ 1-2 കാര്യങ്ങൾ, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, ആരും പറയാത്ത ഒരു കാര്യം കൊണ്ടുണ്ട്. ഇത് സുന്നി വഖഫ് ബോർഡ് മാത്രമല്ല, ഷിയകൾക്ക് വേറെയും വഖഫ് ബോർഡുണ്ട്. 2 വഖഫ് ബോർഡുണ്ട് ഭാരതത്തിൽ. സുന്നികൾക്കും ഷിയകൾക്കും വേറെയാണ്. നമ്മൾ ഈ കൂടുതൽ പറയുന്നത് സുന്നികളാണ്, കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ സുന്നികളാണ്. പക്ഷേ ഷിയായിക്കുമുണ്ട് വേറൊരു വഖഫ് ബോർഡ്. അവിടെയും ടോട്ടൽ മിസ്മാനേജ്മെൻറ്റാണ്. ഈ 2ലും ടോട്ടൽ മിസ്മാനേജ്മെൻറ്റാണ്. 200ഓളം ആൾക്കാരാണ് ഇത് നടത്തുന്നതെന്ന് പറഞ്ഞു. അവർ ഈ മാനേജർമാരെ നിയമിക്കുന്നത് തൊട്ട് റിക്രൂട്ട്മെൻറ്റ് സ്കാം ഉണ്ട്. അതിൽ വലിയ തോതിൽ റിക്രൂട്ട്മെൻറ്റ് സ്കാം നടക്കുകയാണ്. കാരണം സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത്, മറ്റു കാര്യങ്ങളെല്ലാം സർക്കാർ സംരക്ഷിച്ചുകൊള്ളും. ഇവർ വലിയ തോതിൽ ഈ പറയുന്ന ഭൂമി എഴുതിയെടുക്കുന്നതിൽ പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെയാണ് ഈ പല ഭൂമികളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിലേക്കൊക്കെ ഇനിയും അന്വേഷണം പോകേണ്ടതാണ്. ഈ സ്കാമിനെക്കുറിച്ച് ഇതിലേക്കൊക്കെ ഈ അന്വേഷണം പോകേണ്ടതാണ്.
യാതൊരു നിയമവും നിയമവാഴ്ചയും വെള്ളിയാഴ്ചയും ഇല്ലാതെ നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ വലിയ തോതിൽ ഒരു പിടുത്തം വീണിരിക്കുന്നത്. അതുതന്നെയാണ് ഇവരുടെയൊക്കെ ഈ വെപ്രാളത്തിൻ്റെ പ്രശ്നം. ഈ വെപ്രാളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയാം. ഈ പറയുന്ന നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഇതിനോടൊക്കെ വലിയ എതിർപ്പ്, ആരാണ് എതിർപ്പ് പറഞ്ഞിരിക്കുന്നത്? ഒന്ന് ഒവൈസിയാണ്. ഒവൈസി പിന്നെ എതിർപ്പ് പറയും. രണ്ടാമതാരാണ് എതിർപ്പ് പറഞ്ഞിരിക്കുന്നത്? അത് കേരളമാണ്. ഒറ്റക്കെട്ടാണ്. ഇപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമുക്ക് ഈ PRDയുടെ വാർത്താക്കുറിപ്പുകൾ കിട്ടും. ഇപ്പോൾ 8-ാം തീയതി നടന്ന ഒരു കോൺക്ലേവ് ഉണ്ട് ഇവിടെ. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. അതിൻ്റെ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഇത് കിട്ടിയിരുന്നു. അപ്പോൾ ആ കോൺക്ലേവിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് വി അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവിലെടുത്താണ് വഖഫ് ബോർഡും വഖഫ് ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ PRDയും ഒക്കെ ചേർന്ന് നടത്തിയ കോൺക്ലേവാണ്. ശക്തമായ ഭാഷയിൽ കേന്ദ്ര സർക്കാരിനെ എതിർത്തിരിക്കുകയാണ്. ഇത് അവർ പറയുന്നത് ഇത് സാധാരണക്കാരൻ്റെ ജീവനും സ്വത്തിനും ഉള്ള മൗലികാവകാശത്തിനെതിരാണ്, ഇസ്ലാമിൻ്റെ ആശയത്തിനെതിരാണ്, ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്കെതിരാണ് എന്നൊക്കെയാണ് പറയുന്നത് ഈ നിയമങ്ങൾ. അതെങ്ങനെ എതിരാകും എന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടില്ല, പക്ഷേ എതിരാണ്. ഇത് കേന്ദ്ര സർക്കാരിനെ എത്രയും പെട്ടെന്ന് JPCയെയും കേന്ദ്ര സർക്കാരിൻ്റെയും മുമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവും നമ്മളുടെ പ്രതികരണവും അറിയിക്കണമെന്നൊക്കെ പറഞ്ഞാണ് ആ കോൺക്ലേവ് അവസാനിച്ചത്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോൾ CNBCയുടെ ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടു. 91% ആൾക്കാരും ഈ നിയമത്തെ അനുകൂലിച്ചുകൊണ്ടാണ് JPCയിലും കേന്ദ്ര സർക്കാരിലും ഈ അവരുടെ പ്രതികരണങ്ങൾ അറിയിച്ചിരിക്കുന്നത്. 91%. ഇതിൽ തീർച്ചയായിട്ടും മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കും കൂടുതൽ. അത് വേറൊരു കാര്യം. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്കൊരു വീഡിയോ ഇതിന് ഇടയിൽ കിട്ടി. ആ വീഡിയോ ഭയങ്കര രസമായിരുന്നു. ആ വീഡിയോയിൽ ഇത് കംപ്ലീറ്റ് ആൾക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. നാസിയ ഇലാഹി ഖാൻ എന്നാണ് ആ ലേഡിയുടെ പേര്. നാസിയ ഇലാഹി ഖാൻ എന്നാണ് ആ ലേഡിയുടെ പേര്. അവരൊരു സോഷ്യൽ വർക്കറാണ്. BJPയുടെ മൈനോറിറ്റി മോർച്ചയുടെ നേതാവാണ്. അവർ സംഭാഷണം നടത്തുന്നത് ഒരു പാകിസ്ഥാൻ വ്ളോഗറുണ്ട്, വളരെ പ്രശസ്തനാണ്. സുഹൈബ് എന്നാണ് അയാളുടെ പേര്. സുഹൈബ് ചൗധരി എന്നോ മറ്റോ ആണ്. അതെ, സുഹൈബ് ചൗധരി. വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. അവർ പറയുന്നത് ഇത് ഹിന്ദു മുസ്ലിം വിഷയമല്ല, ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം. അവർ ചോദിക്കുന്ന ഒരു കൃത്യമായ ഒരു കാര്യമുണ്ട്. 1,00,000 കോടി രൂപയുടെ സ്വത്തുള്ള വഖഫ് ബോർഡ് ഇരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ഇരിക്കുന്നത്? ഈ വഖഫ് ബോർഡെന്ന് പറയുന്ന കുറേ ഭൂമി തട്ടി കയ്യിലെടുത്തിട്ട് കുറേ മദ്രസകളും ഖബർസ്ഥാനുകളും ഉണ്ടാക്കുകയാണോ വേണ്ടത്? എന്തുകൊണ്ടാണ് ഇവിടുത്തെ പാവപ്പെട്ടവന് ഭൂമി കിട്ടാത്തത്? എത്രയോ മുസ്ലിങ്ങൾ ഇവിടെ ഭവനരഹിതരായിട്ടുണ്ട്. സർക്കാരിൻ്റെ വേറെ ഒരു സ്കീമിലും പെടാതെ വഖഫ് ബോർഡ് മാത്രം തീരുമാനിച്ചാൽ മതി ഞങ്ങളുടെ പട്ടിണിയും ഞങ്ങളുടെ വീടുകൾക്ക് ഞങ്ങൾക്ക് കൂരയും ലഭിക്കാൻ. എന്തുകൊണ്ടാണ് വഖഫ് ബോർഡ് ഇത് ചെയ്യാത്തത്? ഇത് മുസ്ലിങ്ങളുടെയും കൂടെ പ്രശ്നമാണ്. ഇവർ കുറേ ആൾക്കാർ ചേർന്ന് വലിയ തോതിൽ അതിൻ്റെ പ്രയോജനം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തൊട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് വരെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സ്കാമിൻ്റെ തലമണ്ടയ്ക്കാണ് ഇപ്പോൾ BJP സർക്കാർ അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വെറും ഒരു നിയമ ഭേദഗതിയല്ല, വലിയ തോതിൽ ഒരു മാറ്റമാണ്. ഇനി ഇവർ ഈ യോഗത്തിൽ വളരെ കൃത്യമായി അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇസ്ലാമിന് വിരുദ്ധമാണ്, ഇത് ഭരണഘടന ആശയത്തിന് വിരുദ്ധം. ഇതൊന്നുമല്ല ഇവരെ പേടിപ്പിക്കുന്നത്. ഞാൻ അതുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കുറേ കാര്യങ്ങൾ ഉണ്ട് അതിനകത്ത്. എങ്കിലും രണ്ട് കാര്യങ്ങളാണ് ഇവരെല്ലാം പേടിക്കുന്നത്. എന്താണെന്നറിയാം? ഒന്ന്, ഈ പുതിയ നിയമ ഭേദഗതി അനുസരിച്ച് കേന്ദ്ര സർക്കാരിനോ CAGക്കോ എപ്പോൾ വേണമെങ്കിലും ഇത് ഓഡിറ്റ് ചെയ്യാം. ഞെട്ടിപ്പോയി. ആർക്ക് വേണമെങ്കിലും ഇത് ഓഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കള്ളക്കളി എങ്ങനെ നടക്കും? ഇവർ ഈ പറയുന്ന പോലെ ഒന്നുമല്ല. ഈ ഇലാഹി എന്ന് പറയുന്ന ആ ലേഡി പറയാണ്, മക്കൾക്ക് ഈ ഭൂമി സ്ത്രീധനമായി കൊടുത്ത ആൾക്കാരുണ്ട് ഈ വഖഫ് ബോർഡിൽ. മക്കളെ വിദേശത്തേക്ക് ഈ ഭൂമി പണയം വെച്ച് കാശെടുത്തിട്ട് അയച്ച ആൾക്കാരുണ്ട് പഠനത്തിന് വേണ്ടി. അങ്ങനെ നിരവധി കേസുകളുണ്ടെന്നേ, നിരവധി കേസുകളുണ്ട്. ഈ ഭൂമി ഏതൊക്കെ ഭൂമിയാണ് ഇവരുടെ കയ്യിലിരിക്കുന്നതെന്ന് കേട്ടാൽ ഞെട്ടിപ്പോവും. താജ്മഹൽ വരെ വഖഫ് ബോർഡിൻ്റെയാണ്. താജ്മഹൽ വഖഫ് ബോർഡിൻ്റെയാണെന്ന് ഒരു സുപ്രഭാതി വഖഫ് ബോർഡ് അങ്ങ് പറഞ്ഞു. എല്ലാവരും കൂടെ നെഞ്ചത്തടിച്ചു. അയ്യോ അതെങ്ങനെ ആവും താജ്മഹൽ? അയ്യോ അത് ഞങ്ങളുടെയാണ്. ഇപ്പം കേസ് നടക്കുകയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുമായിട്ട്. ബാംഗ്ലൂരിലെയോ മംഗലാപുരത്തെയോ ഈദ്ഗാ മൈതാനം ഞങ്ങളുടേതാണ്. ഹൈദരാബാദിലെ എയർപോർട്ട്
ഞങ്ങളുടേതാണ്. ഇതെല്ലാം വഖഫ് ബോർഡിൻ്റെ ആണെന്ന് അവർ അവകാശപ്പെട്ട ഭൂമിയാണ്. എന്ത് ചെയ്യും? ഇപ്പോൾ തമിഴ്നാട്ടിലെ കാര്യം പറഞ്ഞു. തമിഴ്നാട്ടിലെ ആ ഗ്രാമങ്ങൾ 2-3 ഗ്രാമങ്ങൾ ഞങ്ങളുടേതാണ് എന്നവർ അവകാശപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഒരു ന്യായവും ഇല്ലാത്ത തരത്തിലുള്ള കവർച്ചയാണ് നടക്കുന്നത്. ലാൻഡ് ജിഹാദ് എന്ന് പറയുന്നത് വെറുതെയല്ല. അപ്പോൾ അത്ര ഭീകരമായ ഒരു നിയമം അല്ലെങ്കിൽ അത്ര ഭീകരമായ ഒരു വ്യവസ്ഥയെക്കുറിച്ച് നമ്മളുടെ പൊതുബോധത്തിൽ കൊണ്ടുവന്നത് ഇവരാണ്, ഈ BJP സർക്കാരാണ്. അപ്പോൾ ഒന്നാമത്തേത് ഈ ഓഡിറ്റിനെ കുറിച്ചുള്ള പേടിയാണ്. രണ്ടാമത്തേത് എന്താണെന്നറിയോ? നിരന്തരമായ ഉപയോഗത്തിലൂടെ ഒരു ഭൂമി വഖഫായി മാറുമെന്നുള്ള നിയമത്തിന് മാറ്റം വന്നിട്ടുണ്ട്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ തമിഴ്നാട്ടിലെ ക്ഷേത്രം, അത് ചോള രാജാക്കന്മാരുടെ കാലത്തുള്ള ക്ഷേത്രമാണ്. ഒരുപക്ഷെ ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള ക്ഷേത്രമാണ്. അവിടെ മുഗൾ രാജാവോ അല്ലെങ്കിൽ അറിയാലോ, തഞ്ചാവൂരൊക്കെ മുഗളന്മാരൊക്കെ ആക്രമിച്ച ചരിത്രം ഉണ്ടെന്ന് തോന്നുന്നു. മുഗൾ രാജാവ് അവിടെ, ഷാജഹാൻ വന്ന് അവിടെ കുതിരയെ കെട്ടി, അക്ബർ വന്ന് അവിടെ കഴുതയെ കെട്ടി, അവിടെ വിശ്രമിച്ചു എന്നൊക്കെ പറയുന്ന കുറേ ചരിത്രം ഉണ്ടാക്കിയിട്ട് ഈ ഭൂമി അങ്ങ് ക്ലെയിം ചെയ്യുകയാണ്. ചോള രാജാക്കന്മാർ പണിത 1500 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. പക്ഷേ ഇത് ക്ഷേത്രങ്ങളെ മാത്രം ബാധിക്കുന്നതല്ല. ഇപ്പോൾ മധ്യപ്രദേശിലെ, UP-യിലെ, രാജസ്ഥാനിലെ ഒക്കെ വഖഫ് ബോർഡിനെതിരെ കേസ് നടത്തുന്നത് മുസ്ലിങ്ങളാണ്. സൽമാൻ ഖാൻ എന്ന് പറയുന്ന ഒരാൾ വർഷങ്ങളായിട്ട് തമിഴ്നാട്ടിലും കേസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെ മതത്തിൻ്റെ പേര് പറഞ്ഞ് ഇതിനെ പാരവെക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് മതത്തിൻ്റെ പ്രശ്നമല്ല, ഇതൊരു വലിയ കൂട്ടുകച്ചവടം, വലിയൊരു മാഫിയ, മതത്തിൻ്റെ ഉപയോഗം അതിൻ്റെ ഒരു എന്താ പറയുക, വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൂള് മാത്രമായിരുന്നു. അപ്പോൾ അതിനെതിരെ, ഈ ഒരു വലിയ സ്കാമിനെതിരെയുള്ള ഒരു പടനീക്കമാണ് നടക്കുന്നത്. ഇതത്ര എളുപ്പം ഇതിനോടുള്ള എതിർപ്പ് അവസാനിക്കില്ല. കാരണം ഒരു വലിയ ഇക്കോസിസ്റ്റത്തിനെതിരെയാണ് ഒറ്റയ്ക്ക് ഒരു സർക്കാർ പൊരുതുന്നത്. തീർച്ചയായിട്ടും രാജ്യസ്നേഹികളായിട്ടുള്ള ഈ രാജ്യത്ത് ഒരു തരത്തിലുള്ള അധിനിവേശം സമ്മതിക്കില്ല എന്ന് നെഞ്ചുറപ്പോടെ പറയാനുള്ള കൺവിക്ഷനുള്ള ഈ രാജ്യത്തെ ഓരോ പൗരനും ഈ വിഷയത്തിൽ സർക്കാരിനോടൊപ്പം നിൽക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പിന്തുണ സർക്കാരിന് ലഭിക്കുന്നുണ്ട് എന്നാണ് ഇതുവരെയുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ബില്ല് സാധാരണഗതിയിൽ നമുക്കറിയാമല്ലോ, ചില ബില്ലുകളൊക്കെ JPCക്ക് അയക്കുക, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് അയക്കുന്നു എന്ന് പറയുന്നത് ഒരു ഡിലേ ടാക്ടിക്സ് ആണ്. എങ്ങനെയെങ്കിലും അത് വലിയ പ്രശ്നമുള്ള അതെന്നാൽ തൽക്കാലം ഒന്ന് മാറ്റിവെക്കാം, അതിനുവേണ്ടിയാണ് JPCക്ക് അയക്കുന്നത്. ഇതങ്ങനല്ല എന്ന് അമിത്ഷാ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ടൈം ബൗണ്ടായിട്ട് ഈ നിയമം നടപ്പാക്കുകയും ചെയ്യും. എതിർക്കാൻ ഇങ്ങനെയൊക്കെ കോൺക്ലേവ് ഒക്കെ നടത്തി എതിർക്കാം, ജനാധിപത്യത്തിന് വിരുദ്ധമാണെന്ന് പറയാം. പക്ഷേ കൃത്യമായ ഒരു പോയിൻ്റ് ബൈ പോയിൻ്റ് പറയാൻ ഇവരുടെ കയ്യിലില്ല. അവർ യഥാർത്ഥത്തിൽ പേടിക്കുന്നത് ഈ പറയുന്ന ഓഡിറ്റും ഭൂമിയുടെ തരംതിരിവും ഒക്കെയാണ്. അതൊട്ട് അവർക്ക് തുറന്നു പറയാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഇവരെല്ലാം പേടിക്കുന്നത്. വളരെ കൃത്യമായ, വളരെ ആശാവഹമായ, വളരെ ശക്തമായ ഒരു ചുവടുവെപ്പാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ഇതിന് ഈ ഒരു നിയമ ഭേദഗതിക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കേണ്ട ഒരു കാലമാണ്. കാരണം രാജ്യം നേരിടുന്ന ഭീഷണി ചെറുതല്ല. പല രൂപത്തിൽ, പല രീതിയിൽ, പല തലങ്ങളിൽ നമ്മൾ ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടമാണിത്. നന്ദി, നമസ്കാരം. ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ശ്രീ രാജേഷ് പിള്ള അവർക്ക് ഉപഹാരം നൽകുന്നതിന് വേണ്ടി ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാനെ ക്ഷണിക്കുന്നു. അടുത്തതായി പൊതു ചർച്ചയാണ്. സദസ്സിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് ഈ വേദിയിൽ വന്ന് ചോദിക്കാവുന്നതാണ്. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഇപ്പോൾ സംസാരിച്ചപ്പോൾ അതും ഈ വസ്തുവിധ ഉണ്ടാവുന്ന റവന്യൂ ജനറേഷൻ അതിൻ്റെ എമൗണ്ട് എത്ര, അത് ആർക്കും ഒരു തിട്ടവുമില്ല. അതിൻ്റെ ഓഡിറ്റിംഗ് വേണ്ടേ? അതിനെക്കുറിച്ചും നമുക്ക്, ബിക്കോസ് ദേ ആർ ജനറേറ്റിംഗ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഫ്രം ദീസ് ഓൾ. അതുകൊണ്ട് ഇതിപ്പോൾ ആരും ആ വിഷയം സംസാരിച്ചില്ലാന്ന് തോന്നുന്നു.
അതിൻ്റെ കൃത്യമായ ഗവൺമെൻറ്റിൻ്റെ കണക്കെന്ന് പറയുന്നത് വർഷം 200 കോടി രൂപയാണ്. നമുക്കെല്ലാവർക്കും അറിയാം 1,00,000 കോടി ഭൂമിയിൽ നിന്ന് എന്തായാലും 200 കോടി രൂപയൊന്നുമല്ല ഒരു വർഷം വരിക, അതിൽ വളരെ കൂടുതലാണ്. അപ്പോൾ കൃത്യമായ ഒരു കണക്ക് അതിൻ്റെ ഇവരാരും പാലിക്കുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇത് വലിയൊരു ലാൻഡ് ബിസിനസ് അല്ലേ? ഞാൻ നോക്കുമായിരുന്നു, 1950 വെറും 52,000 ഏക്കർ, 2009 എത്തിയപ്പോൾ അത് 4 ലക്ഷമായി, 2014 എത്തിയപ്പോൾ അത് 6 ലക്ഷമായി, 2024 9.4 ലക്ഷം ഏക്കറായി. ഇങ്ങനെ ഏത് ബിസിനസ് വളർന്നിട്ടുണ്ട്? ഈ ബിസിനസ്സിൻ്റെ വളർച്ചയുടെ ഒരു തോതും കൂടെ ഞാൻ പറയാം. 1707% വളർച്ചയാണ് ഭൂമിയുടെ കാര്യത്തിൽ വഖഫ് ബോർഡിനുണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഒരു ബിസിനസ് ലോകത്ത് വേറെ ഒരിടത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ റവന്യൂ മുഴുവൻ പിൽഫറേജാണ് ഇവരുടെ കയ്യിൽ, ജനങ്ങളുടെ കയ്യിലോ. ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ഈ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ടുള്ള ഇവർക്ക് ചാരിറ്റി ചെയ്യാൻ, നമുക്കറിയാം ഇവിടെയൊക്കെ ചാരിറ്റബിൾ സൊസൈറ്റിയൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്, എന്തോ ഒരു നിയമങ്ങളാണ് ഉള്ളത്. പക്ഷേ ഇവരുടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഇവരുടെ ഈ ഭൂമി മുഴുവൻ ഇവർ ഉപയോഗിക്കുന്നത് കൊമേഴ്ഷ്യൽ പർപ്പസിനാണ്. പലതും പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട്, പലതും വരുമാനമുള്ള കൊമേഴ്ഷ്യൽ പർപ്പസിന്. ചില ഭൂമിയൊക്കെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ മുമ്പിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിയിട്ടുണ്ട്. ക്ഷേത്രങ്ങളുടെ മുമ്പിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിയിട്ടുണ്ട് വഖഫ് ബോർഡ്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അവയർനെസ് നമുക്ക് വളരെ കുറവാണ്. ഞാൻ ഇത് ഈ ഒരു വിഷയം വന്നുകൊണ്ട് മാത്രമാണ് ഇത് പഠിച്ചതെന്ന് പറയാം. കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ 200 കോടിയൊന്നുമല്ല, അതൊരു 3 ഇരട്ടി 4 ഇരട്ടിയെങ്കിലും ഉണ്ടാവും. ആ പൈസ മുഴുവൻ ആരുടെയൊക്കെ കയ്യിലേക്ക് പോയിട്ടുണ്ട്. ഇതൊരു കൂട്ടുകച്ചവടമാണ്. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? നമസ്കാരം. ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് 1,20,000 കോടി രൂപയാണ് വഖഫിൻ്റെ പ്രതി വർഷമുള്ള മൊത്തത്തിലുള്ള വരുമാനം എന്ന് പറഞ്ഞത്. അത് 1,200 കോടി രൂപ എങ്ങാണ്ടോ പ്രതിവർഷം വരുമെന്നാണ് 2012 അങ്ങോട്ടോ മറ്റ് നടത്തിയ ഒരു കണക്ക് പ്രകാരം ജഡ്ജ്മെൻറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പൈസ മുഴുവൻ നേരത്തെ രാജേഷ് പിള്ള ചേട്ടൻ പറഞ്ഞ പോലെ ഈ സമുദായത്തിൽപ്പെട്ട ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് നേരെ തന്നെ ഇതൊരു ചോദ്യമാക്കി കൂടെ എന്നുള്ളതാണ്. ഈ പൈസ മുഴുവൻ ഈ പാവപ്പെട്ട ജനങ്ങളെ, വഖഫിൻ്റെ കീഴിൽ വരുന്ന ഈ മുസ്ലിങ്ങളിൽ കീഴിൽ വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ ഈ പൈസ ഉപയോഗപ്പെടുത്താൻ കഴിയില്ലേ എന്നൊരു ചോദ്യം ഈ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ നിന്നും ഉന്നയിക്കപ്പെടുന്ന രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയേണ്ടതല്ലേ എന്നാണ് എൻ്റെ സംശയം. അല്ല, ഈ ചോദ്യത്തിനുള്ള ഉത്തരം മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഏറ്റവും കൂടുതൽ കേസ് സുപ്രീം കോടതിയിൽ ഈ വിഷയത്തെക്കുറിച്ച് ഫയൽ ചെയ്തിരിക്കുന്നത് അവരുടെ ട്രിബ്യൂണലിൽ പരാതി കൊടുത്തിരിക്കുന്ന 96% മുസ്ലിങ്ങളാണ്. ഇതിൽ ഈ ശ്രീ അരുൺ സൂചിപ്പിച്ച മാതിരി ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾ ഇന്ന് ഇന്ത്യയിൽ 20 കോടി മുസ്ലിങ്ങളാണുള്ളത്. ഏകദേശം 1,200 കോടി രൂപ പ്രതിമാസം അവരുടെ വരുമാനം ഉണ്ട്. ഇത് കണക്ക് ശരിയല്ല. ആ 1976 ജസ്റ്റിസ് ആഹ്വാലിയ പറഞ്ഞു, അതായത് നേരത്തെ രാജേഷ് ജി സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഇവര് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഈ പറയുന്ന താജ്മഹൽ പറഞ്ഞു, ഇന്ത്യ ഗേറ്റ് പറയുന്നു, പാർലമെന്റ് പറയുന്നു. ഇതെല്ലാം വഖഫ് ബോർഡിന്റെ ആണെന്നാണ് പറയുന്നത്. 2 പ്രാവശ്യം നിസ്കരിച്ചാൽ, പുത്തരിക്കണ്ട മൈതാനത്ത് വന്ന് 2 പ്രാവശ്യം നിസ്കരിച്ചിട്ട് പറയണം പുത്തരിക്കണ്ട മൈതാനം തങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ അത് തങ്ങളുടേതാണ് എന്ന് പറയുന്ന റൂളാണ് അവരുടെ ഉള്ളത്. 1719% വർധനവ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ വരുന്ന ഭൂമിക്ക് ആനുപാതികമായി പുറത്തേക്ക് പോകുന്നില്ല. ഈ പറയുന്ന ഇന്ന് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്ന, അതായത് 80%, 9.8% 1950-കളിലെ ന്യൂനപക്ഷം, 8.3% വീണ്ടും ന്യൂനപക്ഷം ഭാരതത്തിലുണ്ടായിരുന്ന സമയത്താണ് വഖഫ് ബോർഡിന് വേണ്ടി പ്രത്യേക ബില്ല് പാസ്സാക്കിയിട്ട് വഖഫ് ബോർഡ് രൂപീകരിച്ചത്. ഇന്ന് 14.8% മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുകയും 8% ജനസംഖ്യ ഹിന്ദു സമൂഹത്തിൽ കുറയുകയും ചെയ്തു. ഇന്ന് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെ എണ്ണം 48%. ഈ നേരത്തെ സൂചിപ്പിച്ച മാതിരി കൊടുത്താൽ ഒരു കുടുംബത്തിന് ഏറ്റവും കുറഞ്ഞത് 56 ലക്ഷം രൂപ വച്ച് ഓരോ
മുസ്ലിം കുടുംബത്തിനും 5.5 കോടി രൂപ വെച്ച് ഓരോ മുസ്ലിം കുടുംബത്തിനും ഇന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആസ്തി സുന്നി വഖഫ് ബോർഡിന് മാത്രമുണ്ട്. വാസ്തവത്തിൽ ഈ ചർച്ച, ഈ അഭിപ്രായം മുസ്ലിം സമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ അത് മുകളിലേക്ക് എടുക്കുന്നില്ല. കാരണം മുസ്ലിമിലെ സവർണ വിഭാഗം മാത്രമാണ് ഇപ്പോഴും ഈ വഖഫ് ബോർഡ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മാനേജ്മെൻറ്റ് സവർണ വിഭാഗം മാത്രമാണ്, സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് പ്രായോഗിക തലത്തിൽ വരാത്തത്. അടുത്തതായി ഈ ചർച്ച കൺക്ലൂഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുവാൻ ശ്രീ ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാൻ അവരെ ഞാൻ ക്ഷണിക്കുന്നു. ഇവിടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സനാതനധർമ്മം ചര്യയാക്കിയ എൻ്റെ മിത്രങ്ങൾക്ക് എൻ്റെ പ്രണാമം. ഇവിടെ ചർച്ച അവസാനിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞത്. പക്ഷേ എൻ്റെ നോട്ടത്തിൽ ചർച്ച തുടങ്ങി വെക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടതുള്ളത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഭാരതം ആരുടേതായിരുന്നു? ഇത് മറന്നുകൊണ്ട് നമ്മൾ ഇതിനകത്തും മതേതരം വിളമ്പുകയാണ് ചെയ്യുന്നത്. നമ്മൾ തീവ്രമായിട്ട് ചിന്തിക്കണം, ഈ ഭാരതദേശം ആരുടേതായിരുന്നു? ഒരു ചോദ്യം, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പണ്ടങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങൾക്കത് തിരിച്ചു ചോദിക്കാനുള്ള അവകാശമില്ലേ? ആ പണ്ടങ്ങൾ മോഷ്ടിച്ചവനെ നിങ്ങൾ എന്ത് വിളിക്കും? കള്ളനെന്നല്ലേ വിളിക്കാനൊക്കെ ഉള്ളൂ. സോ ഈ വഖഫ് ആക്ട് തന്നെ ഒരു ഫ്രോഡ് ആക്ട് എന്ന് തന്നെ അതിന് പേര് കൊടുക്കേണ്ടിയിരുന്നു. വഖഫ് ആക്ടിനെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ കേട്ടപ്പോൾ, ഇതൊരു സബ്ജക്റ്റായി വരുന്നു എന്ന് ഞാൻ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞു, മുക്തലാഖ് എടുത്ത് കളഞ്ഞു. ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് വളരെ ഒരു സബ്ജക്റ്റായിരുന്നു, അത് വളരെ ഈസി ആയിട്ട് എടുത്ത് കളഞ്ഞു എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ ആർട്ടിക്കിൾ 370 എന്നുള്ളൊരു മൂവി കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ ആർട്ടിക്കിൾ 370 കുറിച്ച് നമുക്ക് വളരെ വിപുലമായിട്ട് കാര്യങ്ങൾ അറിയാമായിരുന്നു. ഈ വഖഫ് ആക്ട് കൊണ്ടുവന്നപ്പോൾ ഇതെങ്ങും ചർച്ചയിൽ വെച്ച ഒരു സംഭവമല്ലായിരുന്നു. പിന്നെ അത് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് എന്തിനു ചർച്ച വെക്കണം? നമ്മൾ എന്താണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്? ചർച്ച ചെയ്യുന്നത് വഖഫ് ആക്ടിനകത്ത് തിരുമറികളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതല്ല, അതെടുത്ത് കളയുകയല്ലേ വേണ്ടത്. നമ്മൾ സനാതന ധർമ്മികൾ, ഈ ഭാരതത്തിന്റെ ഉടമകളായ നമ്മൾ ഇനിയും അതാണോ ചർച്ച ചെയ്യുന്നത്? മതേതരത്വം നമ്മൾ പറയണോ? ചിന്തിക്കണം. ഇത് പൊളിറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഇതിനെതിരെ ശബ്ദമുയർത്തേണ്ട ചുമതലകളുള്ളത് അത് നമ്മൾ സനാതനധർമ്മ വിശ്വാസികൾക്കാണ്. ഇപ്പൊ പറയുണ്ടായി അവരുടെ ഇത്രമാത്രം ധനമുണ്ട്, അത് മുസ്ലിങ്ങൾക്ക് വീതിച്ചു കൊടുത്താൽ 5 കോടി രൂപ കിട്ടുമെന്ന്. അത് ആരുടെയാണ് ധനം? മുസ്ലിങ്ങളുടെ ആണോ? അല്ല, അത് സനാതനധർമ്മ ആൾക്കാരുടെയാണ്. അല്ല, നിങ്ങൾ പറയാൻ നോക്കുമോ? നമ്മുടെ മോഷിച്ച പണമാണത്, നമ്മുടെ മോഷിച്ച സമ്പാദ്യമാണത്. ഞാനിവിടെ ചർച്ച തുടങ്ങി, സമയമില്ല. എന്നെക്കുറിച്ചൊരു പരാതി എല്ലാവർക്കും ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മൈക്ക് തരാതിരിക്കുന്നതും. ഞാൻ മൈക്ക് കിട്ടിയേ വിടുന്നവനല്ല. പക്ഷേ ഞാനൊരു ചർച്ച തുടങ്ങി വെക്കുകയാണ്. ഈ വഖഫ് ബോർഡിന്റെ ധനം സനാതന ധർമ്മവിശ്വാസികളുടെയാണ്, അത് മറ്റാരുടെയുമല്ല. നമുക്ക് വേണ്ട പണമാണത്. ഇവരെല്ലാം പുറത്തുനിന്ന് വന്നവരാണ്, നമ്മുടെ ധനം മോഷ്ടിച്ചവരാണ്. അവരെ കള്ളന്മാരെന്ന് വിളിച്ചു കഴിഞ്ഞാലും അതിന് കുറ്റം പറയാനാവില്ല. ആവുമോ? എന്തു പറയുന്നു? എല്ലാവരും വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതല്ലേ നമ്മുടെ വിഷയം. ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ബോർഡിൽ അമെൻഡ്മെന്റ് അല്ല ആവശ്യം. അതിന് ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട്. അതെന്താ പറ്റിയെന്നറിയോ? നമ്മൾ സനാതന ധർമ്മ വിശ്വാസികൾ മോദി എന്ന് പറയുന്ന ഒരു യുഗപുരുഷനോട് ചെയ്ത ചതി. അദ്ദേഹത്തിന് നമ്മൾ 407 സീറ്റ് കൊടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനെ കറക്ഷൻ്റെ ആവശ്യം വരില്ലായിരുന്നു. നമ്മൾ കിടന്നുറങ്ങി. ഇപ്പോഴും നമ്മൾ ഉറങ്ങുകയാണ്. എന്ത് പറഞ്ഞിട്ടാ? വഖഫ് ബോർഡിന്റെ ധനം
മുസ്ലിങ്ങൾക്ക് കൊടുത്ത് ഞാൻ 56 കോടി വിട്ടു എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ ധനമാണ്, നമ്മുടെ മോഷിച്ച ധനമാണ്, അല്ലേ? എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല? അത് നമ്മുടെ ധനമാണ്. ഇവരെല്ലാം പുറത്തുനിന്ന് വന്ന് എന്താ ഒരു മതേതരം പണം വിളമ്പാൻ വളരെ എളുപ്പമാണ്. പൊളിറ്റിക്സിൽ നമ്മുടെ BJPയുടെ വക്താവുണ്ട്, അദ്ദേഹത്തിനും അത് പറയാൻ ബുദ്ധിമുട്ട്. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഞാനൊരു സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവനാണ്, അതിനു വേണ്ടി നന്മകൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊരു ചർച്ച തുടങ്ങി വെക്കണം. അടുത്ത ഇലക്ഷനിൽ നമ്മളുടെ യുഗപുരുഷന് 407 സീറ്റ് കൊടുത്താൽ കൊടുക്കണം. അത് നമ്മുടെ ചുമതലയാണ്. നമ്മുടെ ധർമ്മം രക്ഷപ്പെട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ സീറ്റ് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കുവാൻ സാധിക്കും. അത് പിടിച്ചേ മതിയാവുള്ളൂ. വേണ്ടേ? നമ്മുടെ മോഷ്ടിക്കപ്പെട്ട ധനം നമുക്ക് തിരിച്ചു വേണ്ടേ? സനാതന ധർമ്മത്തിന് വേണ്ടേ? നമ്മുടെ ഭാരതത്തിന് വേണ്ടേ? വേണമല്ലേ? എന്നിട്ടും പറയാൻ ധൈര്യമില്ല. കഴുത്തു പോവോ എന്നുള്ള പേടിയാണ്. ഇങ്ങനെ ആരും ചർച്ച ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ ചർച്ചയ്ക്ക് വേണ്ടത്. ഞാൻ ചർച്ച അവസാനിപ്പിക്കുന്നതിന് പകരം ഒരു ചർച്ച തുടങ്ങി വെക്കുകയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും പ്രണാമം. ഇനി ആർക്കും ഒന്നുമില്ല, പറയാനില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ വേറൊരു ഇദ്ദേഹം ഇരിക്കുന്ന വേദിയിൽ BJPയുടെ വക്താവാണ്. അവിടെ ഒരു വേദിയിൽ ഇങ്ങനെ ഒരു ചർച്ച ഇദ്ദേഹത്തെ ബാധിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞ വാക്കുകളുടെ എല്ലാം ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ്. എന്നെ വിളിച്ചവർക്കും നമ്മുടെ ഗോപാൽജിയുണ്ട്, അതുപോലെ നവനീജിയുണ്ട്, ഇവർക്കൊക്കെ യാതൊരു പ്രശ്നവും വരാൻ പാടില്ല. ഈ വാക്കുകൾ എൻ്റെത് മാത്രമാണ്, സനാതന ധർമ്മത്തിൻ്റെ വാക്കുകളാണ്. ഏവർക്കും പ്രണാമം. അടുത്തതായി കൃതജ്ഞത പറയുന്നതിന് വേണ്ടി ശ്രീ മഹേഷിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചർച്ചയിലെ അധ്യക്ഷനായിരുന്ന ശ്രീ J. ശരത്ചന്ദ്രൻ നായർ അവർക്ക് ഉപഹാരം നൽകുന്നതിന് വേണ്ടി ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാനെ ക്ഷണിക്കുന്നു. ഇത് അവസാനം കൊടുത്ത എന്താണെന്നറിയാമോ? കാരണം അധ്യക്ഷന്മാർ സാധാരണഗതിയിൽ ആദ്യമായിട്ട് പോകും. ഇത് അവസാനം കൊടുത്താലാണ് ഇരിക്കണമൊക്കെ. വഖഫ് ബില്ലും ചില രാഷ്ട്രീയ വിരുദ്ധ ചിന്താധാരകളെ കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടന്നത്. ഈ വൈകിയ വേളയിൽ ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഈ പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ ഹിന്ദുധർമ്മ പരിഷത്തിൽ നിന്നും ഈ വന്നു ചേർന്ന എല്ലാ നല്ലവരായ ജനങ്ങൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.